ഹല്ലേലൂയ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും എങ്ങനെ വെളിപ്പെട്ടു വന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ബർന്നബാസിൻ്റെ മച്ചുനനായിരുന്ന മർക്കോസ്, എന്നാൽ പത്രോസിനോടുകൂടെ അവൻ്റെ സഹകരണം ആണ് വാസ്തവത്തിൽ എന്ത് ചെയ്തത്, അവനിങ്ങനെ ഒരു സുവിശേഷം എഴുതുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. പത്രോസ് അവനെ സ്വീകരിക്കാനായിട്ട് ഒരുക്കമായിരുന്നു. അതുകൊണ്ട് പത്രോസ് മർക്കോസിനോട് അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ സന്ദർഭങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ പത്രോസിനുണ്ടായതായ വലിയ വെളിപ്പാട് എന്ത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നുള്ള വെളിപ്പാട്, ആ വെളിപ്പാട് ഒരു സെൻറ്റർ പോയിന്റ് ആക്കിക്കൊണ്ട് സുവിശേഷം എഴുതാനായിട്ട് മർക്കോസിന് കഴിഞ്ഞു. ഏത്, പത്രോസിന് വെളിപ്പെട്ട് കിട്ടിയതായ ആ വെളിപ്പാട് ഒരു സെൻറ്റർ പോയിന്റ് ആക്കിക്കൊണ്ട്. എന്താണ്? അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ, പത്രോസിൻ്റെ മേലല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന്മേൽ അവൻ സഭയെ പണിയാണ്. ആ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കാണുന്നത്, നമ്മൾ പഠിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശു ക്രിസ്തുവിൻ്റെ ഇടപെടലുകൾ, അവൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി അവൻ ചെയ്യുന്ന, നമ്മളൊരു പരിധിവരെ പറയുന്ന അത്ഭുതങ്ങൾ, രോഗശാന്തി ശുശ്രൂഷ, പ്രസംഗം, ഇതുപോലുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് യേശു അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം നമ്മളൊന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ശുശ്രൂഷയുടെ, യേശുവിൻ്റെ ശുശ്രൂഷയുടെ കാര്യം പറയുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരുക്കമായിട്ട് നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിനു മുമ്പ് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 9-ാം വാക്യത്തിൽ, ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്നു, യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇതാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. അവൻ്റെ സ്നാപന ശുശ്രൂഷയിലൂടെയാണ് നടക്കുന്നത് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ ഈ സ്നാപനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നാനവും പ്രലോഭനങ്ങളും അതിനെക്കുറിച്ചുള്ള വേറെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പല ഭാഗങ്ങളും മറ്റ് പല മെസ്സേജസിലും ഉള്ളതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് മറ്റ് മെസ്സേജസ് കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ മറ്റ് CD-കളിൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. എന്നാൽ അത് ടച്ച് ചെയ്ത് പോകുകയാണ്. ഒന്ന്, യേശുവിൻ്റെ സ്നാനത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ സ്നാനവും യേശുവിൻ്റെ സ്നാനവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്, ഇത് നിങ്ങൾ അടിസ്ഥാനപരമായി 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ആ കാലയളവിൽ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ സ്നാനമേൽക്കുകയാണെങ്കിൽ സ്നാനപ്പെടുത്തുന്ന ഒരാളുണ്ട്, സ്നാനമേൽക്കുന്ന ആളുണ്ട്. സ്നാനപ്പെടുന്ന ആളെ ഏത് ഗ്രൂപ്പിൻ്റെ അംഗമാണോ ഭാഗമാണോ ആ ഗ്രൂപ്പിലേക്ക് ചേരാനാണ് ഈ ബാക്കിയുള്ള ആളുകൾ വന്ന് സ്നാനമേൽക്കുന്നത്. അന്ന് എസ്സേന്യരുണ്ടായിരുന്നു. യഹൂദന്മാർ തന്നെ സ്നാനം കൊടുത്ത് അല്ലെങ്കിൽ സ്നാനപ്പെട്ട് അവരെ ഒരു പ്രോസലൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വിജാതീയരായ ആളുകൾ മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള സ്നാപന ശുശ്രൂഷ അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ യഹൂദന്മാരിൽ തന്നെ ചില പ്രത്യേക ഗ്രൂപ്പുകൾ, എസ്സേന്യർ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവർക്ക് ബാപ്റ്റിസം ഉണ്ടായിരുന്നു. ആ ബാപ്റ്റിസം കൊടുക്കുമ്പോഴത്തേക്ക് ഒരു എസ്സേന്യനാണ് അവരെ സ്നാനപ്പെടുത്തുന്നതെങ്കിൽ, ഞാൻ സ്നാനമേൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഇന്നലെ വരെ ഞാനൊരു സാധാരണ യഹൂദനായിരുന്നു, പക്ഷേ ഞാൻ തീരുമാനമെടുത്തു ഇന്നു മുതൽ ഒരു എസ്സേന്യനാകാൻ. അതുകൊണ്ട് എസ്സേന്യൻ്റെ കീഴിൽ ഞാനിപ്പോൾ സ്നാനമേൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഒരു പരസ്യ പ്രഖ്യാപനമാണ് സ്നാപനം എന്ന് പറയുന്നത്. യോഹന്നാൻ സ്നാപനം കൊടുത്തിരുന്നത് ആർക്കാണ്? മാനസാന്തരപ്പെടുന്നവരായ ഒരു ആളുകളുടെ, അതായത് മാനസാന്തരപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയിലേക്കാണ് അന്ന് യോഹന്നാൻ ആളുകളെ സ്നാപനം കൊടുത്ത് ചേർത്തിരുന്നത്. എന്നാൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ യേശു എന്തിനാണ് സ്നാനപ്പെട്ടത്? ഇതൊരു വലിയ ചോദ്യമാണ്. യേശുവിന് എന്താണെങ്കിലും യേശുവിന് മാനസാന്തര സ്നാനം ആവശ്യമില്ല. കാരണം അവൻ പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല, അവൻ മാനസാന്തരപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മാനസാന്തര സ്നാനം യേശുവിന് ആവശ്യമില്ല. പിന്നെ അവൻ ആരോട് യോജിക്കാനാണ്, ആരോട് ഏകീഭവിക്കുവാനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സംഘത്തോടെ ഏകീഭവിക്കുവാൻ വേണ്ടിയാണ് അവർ സ്നാനമേൽക്കുന്നത്. യേശു ആരോട് ഏകീഭവിക്കാനാണ് ഈ സ്നാനമേറ്റത്?
മനുഷ്യവർഗത്തോടെ ഏകീഭവിക്കുവാൻ. ഇപ്പം യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, പിന്നെ നീ എന്താണ് എൻ്റെ അടുത്ത് വന്ന് സ്നാനമേൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം. അതായത് കർത്താവ് പറഞ്ഞില്ല, അത് ശരിയല്ല യോഹന്നാനെ, നീ അങ്ങനെ യേശുവിൽ താഴ്മയൊന്നും കാണിച്ചില്ല. ഏതാ നമുക്ക് ചിലപ്പോൾ തോന്നും, നീ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിന്നെ പോലെ വാങ്ങണം, നീ എന്നെ പോലെ വാങ്ങണം, ഞാൻ നിന്നെ പോലെ വാങ്ങണം, അങ്ങനൊന്നും യേശു പറഞ്ഞൊന്നുമില്ല. യേശു ഉള്ള കാര്യം ഉള്ളതുപോലെ, അല്ലാതെ അവൻ പറഞ്ഞു ശരിയാണ്, നീ പറഞ്ഞു ശരിയാണ്. കാര്യം നീ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള ഉയരത്തിൽ നിന്നുള്ള സ്വർഗീയൻ. ഏതൊരു ഭൗമികനായ വ്യക്തിയുടെയും ആത്യന്തികമായ മോഹം, യോഹന്നാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയനായ യേശുവിനോട് ഏകീഭവിക്കാനാണ് ആരുടെ ആഗ്രഹം? യോഹന്നാൻ സ്നാപകന്റെ ആഗ്രഹം. പക്ഷേ യോഹന്നാൻ സ്നാപകനോട് കർത്താവ് പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരു ഏകീഭാവത്തിന്റെ ആവശ്യമുണ്ട്. എന്ത്? എനിക്ക് മനുഷ്യവർഗത്തോടെ ഏകീഭവിക്കണം. യേശു തീരുമാനിച്ചത്രേ ഉള്ളൂ, ഞാൻ മനുഷ്യവർഗത്തോടെ ഏകീഭവിക്കുകയാണ്. അല്ലാതെ, അതിനാണല്ലോ യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ, അവൻ വേഷത്തിൽ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുവാനുള്ള യേശുവിൻ്റെ തീരുമാനം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് സ്നാനത്തിലൂടെ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അതായിരുന്നു സ്വർഗത്തിന്റെ തീരുമാനം. സ്വർഗത്തിന്റെ തീരുമാനമാണ്, യേശുവും കൂടെ ഉള്ള ഡിവൈൻ കൗൺസിലിന്റെ തീരുമാനമാണ്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ എല്ലാ രീതിയിലും മനുഷ്യവർഗത്തോടെ യേശു ഏകീഭവിക്കുമെന്നും ക്രൂശിലെ മരണം വരെയും ദൈവത്തോടുള്ള സമത്വത്തിലേക്ക് മടങ്ങി വരത്തില്ലെന്നുള്ളത് ഡിവൈൻ കൗൺസിലിന്റെ തീരുമാനമാണ്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണത്. അതിന്റെ പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ പിതാവ് അതിൽ സന്തോഷിച്ചു. യെസ്, ഐ ആം വെൽ പ്ലീസ് വിത്ത് യു, ബിക്കോസ് നമ്മൾ എടുത്ത തീരുമാനം നീ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർത്താവിന് ഭയങ്കര, അല്ലെങ്കിൽ ദൈവതൃത്വത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിവൈൻ, അതും ഒരു ഡിവൈൻ കൗൺസിലാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുത്രൻ സ്നാനമേൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാഗുരൂപത്തിൽ വന്നു, ഉയരത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നു, ഒരു ഡിവൈൻ കൗൺസിലാണ് അതും. അവർ പറയാണ്, ഐ ആം വെൽ പ്ലീസ് ബിക്കോസ് ഇത് എന്ത് തീരുമാനത്തോടെ നീ ഭൂമിയിലേക്ക് പോയോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള തീരുമാനം നിനക്കുണ്ടല്ലോ, അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹി വാസ് വെരി ഹാപ്പി, ഗാഡ് ഹെഡ് വാസ് വെരി ഹാപ്പി. ആ ദൈവപുത്രന്റെ പ്രഖ്യാപനമാണ്. എന്തുകൊണ്ടാണ് അവൻ മനുഷ്യനോട് ഏകീഭവിച്ചത്? ഏകീഭവിച്ചാലേ എന്റേതൊക്കെ അവൻ്റേതാകത്തുള്ളൂ. അതിനാണ്, അതായത് യേശു മനുഷ്യനോട് ഏകീഭവിച്ചത് കൊണ്ടാണ് മനുഷ്യന്റെ പാപങ്ങളെ വഹിക്കാൻ അവന് കഴിഞ്ഞത്. അല്ലെ, പറ്റത്തില്ലായിരുന്നു. യേശു ദൈവമായിട്ട് ഭൂമിയിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ, ദൈവമായിട്ട് മാത്രം ഭൂമിയിൽ ജീവിക്കുകയായിരുന്നു, അവൻ ദൈവമാണ്, അതിന് സംശയമൊന്നുമില്ല. ദൈവമായിട്ട് മാത്രം ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ പാപത്തെ അവൻ ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല. അതിനവൻ കാര്യം മനുഷ്യന് മാത്രമേ പാപം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനാണല്ലോ പാപം ചെയ്യുന്നത്, ദൈവം പാപം ചെയ്യുന്നില്ല, ഇല്ലേ? ഞാൻ പാപം ചെയ്തതുകൊണ്ട് എന്നെപ്പോലെ ഒരാൾക്ക് മാത്രമേ എൻ്റെ പാപം ഏറ്റെടുക്കാനായിട്ട് കഴിയുള്ളൂ. എന്നെപ്പോലെ ആകുന്ന, പാപിയായിട്ടല്ല, മനുഷ്യനായിട്ട്. യേശു പാപിയായില്ല, പക്ഷെ അവൻ മനുഷ്യനായി തീർന്നു. അത് അത്യന്താപേക്ഷിതമായിരുന്നു. അത് നമുക്ക് മനസ്സിലാകുന്നതിനൊക്കെ അപ്പുറത്താണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. അതായത് യേശു എങ്ങനെ, അല്ലെങ്കിൽ ദൈവം എങ്ങനെ ഭൂമിയിൽ വന്നു നടന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതല്ലാതെ വേറെ മാർഗമില്ല. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ പണ്ടത്തെ ഒരു ഉദാഹരണമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഉദാഹരണമൊന്നുമല്ല, കടവെടുത്ത ഉദാഹരണമാണ്. ഒരു മനുഷ്യനിങ്ങനെ കലപ്പ കൊണ്ട് നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ഉദാഹരണമാണ്, ഉദാഹരണത്തിന്റെ വിലയുള്ളൂ. ഇതിനകത്തൊന്നും ഡോക്ടറിൻസ് ഒന്നും ഉണ്ടാക്കരുത്. പലപ്പോഴും ഉള്ള പ്രശ്നം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് മനുഷ്യൻ ഡോക്ടറിന് ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ ഇങ്ങനെ കലപ്പ കൊണ്ട് ഉഴുതുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അങ്ങേ അറ്റത്ത് ചെന്നിട്ട് അവൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഇവൻ കണ്ടു, ഈ കലപ്പ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ കലപ്പ ഉഴുതുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കണ്ടു ഇപ്പുറത്ത് വലിയൊരു ഉറുമ്പിൻ കൂടുണ്ട്, എറുമ്പിന്റെ ഒരു വലിയൊരു കൂടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ മനസ്സിലാക്കി, എൻ്റെ കലപ്പ തിരിച്ചു വരുമ്പോൾ ഈ കൂടിന്റെ മണ്ടയ്ക്കൂടെയാണ് വരുന്നത്, എനിക്ക് ഈ ഉറുമ്പുകളെ രക്ഷിക്കണം. ഉറുമ്പുകളെ രക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കലപ്പ ഇതിലെ വന്നേലേ പറ്റുള്ളൂ. ഉറുമ്പുകളെ രക്ഷിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഉറുമ്പ് ഇവിടുന്ന് ഓടിപ്പോകണം. അപ്പൊ ഉറുമ്പ് ഓടിപ്പോകണമെങ്കിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഉറുമ്പുകളെ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവീൻ, എന്റെ ന്യായവിധിയുടെ കലപ്പ ഇതാ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുകൾക്ക് ഇടിവെട്ടിയെന്നേ തോന്നത്തുള്ളൂ. അതൊന്നും ഓടിപ്പോകത്തൊന്നുമില്ല. ഓടിപ്പോകണമെങ്കിൽ അത്യാവശ്യമുള്ള കാര്യം
ഞാൻ ഒരു ഉറുമ്പിനെ പോലെ ആകണം. ഞാൻ എൻ്റെ വലിയ കാലും വെച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു ചെന്നാലും പറ്റിയല്ലേ, പർവ്വതം അടുത്ത് വരുന്നേ ഉറുമ്പിന് തോന്നത്തുള്ളൂ. ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ സീനായി മലയിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇടി വെട്ടി. അല്ലാതെ അവർക്ക് ഈ ശബ്ദം കേൾക്കാൻ മോശയോട് പറഞ്ഞു ഞങ്ങളോട് ദൈവം സംസാരിക്കരുതേ, നീ അങ്ങ് കേട്ടാ മതി, എന്നിട്ട് പിന്നെ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി, കാര്യം ഞങ്ങൾക്കത് കേൾക്കാനുള്ള ശേഷിയില്ല. ഈ മനുഷ്യൻ ഒരു ഉറുമ്പായിട്ട് ഉറുമ്പിന്റെ ശബ്ദത്തിൽ നേരെ താഴെ ഇറങ്ങി വരികയാണ്. എന്നാൽ അതേസമയം ഒരു കാര്യം കൂടെ ഓർക്കണം, ഇവന് പൂർണ്ണമായിട്ടും അവൻ ഉറുമ്പാണ്. എന്നാൽ അതേസമയം ഉറുമ്പ് മാത്രമല്ല, ഉറുമ്പിന്റെ അടുത്ത് ഉറുമ്പിന്റെ ബുദ്ധിയും കൊണ്ടാണ് ചെല്ലുന്നെങ്കിലും ഇവനോട് പറയാനായിട്ട് ഉറുമ്പിന്റെ അടുത്ത് ഉറുമ്പിന്റെ ബുദ്ധിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അങ്ങ് ഉറുമ്പായെന്ന് വെച്ചു. അന്നേരം ഈ ഉറുമ്പുകൾ കളിക്കുന്ന കൂട്ടത്തിൽ അവനും പോയി കളിച്ചേച്ച് വരത്തേ ഉള്ളൂ, സന്ദേശം മറന്നുപോകും. അപ്പോൾ എന്താണ് ആവശ്യം? ഉറുമ്പിന്റെ ശരീരവും മനുഷ്യന്റെ ബീയിങ്ങും ആയിരിക്കണം. ഉറുമ്പിന്റെ ശരീരം വേണം, ഉറുമ്പിന്റെ ഭാഷ വേണം, എന്നാൽ അതേസമയം അവൻ മനുഷ്യനാണെന്നുള്ള കാര്യം അവൻ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. അവൻ മനുഷ്യനും ഉറുമ്പുമായെങ്കിൽ മാത്രമേ ഉറുമ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ വേഷത്തിൽ മനുഷ്യനായി. അതിന്റെ അർത്ഥം അവൻ എന്തല്ല, അവൻ മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യന്റെ പാപത്തിലും ഒന്നും പെട്ടുപോയെന്നല്ല. അവൻ അങ്ങനെ പറ്റത്തില്ല, അത് പറ്റത്തില്ല. അവൻ അപ്പോഴും ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. അവൻ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യന്റെ ഇടയിൽ പാർക്കുമ്പോഴും അവൻ ദൈവം തന്നെയാണ്. അവൻ എപ്പോൾ വേണമെങ്കിലും ആ ദൈവ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകാം. പക്ഷേ ഉറുമ്പുകളെ ഇവിടുന്ന് മാറ്റി പ്രതിഷ്ഠിക്കുന്നത് വരെയും ഇവന് ഉറുമ്പായിട്ട് തന്നെ ജീവിച്ചാലേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ദൈവം ഭൂമിയിൽ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ അവന്റെ തീരുമാനമാണ് എന്ത്? ഈ രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാകുന്നത് വരെ ഞാൻ എന്തു ചെയ്യും? ഒരു മനുഷ്യന്റെ വേഷത്തിൽ തന്നെ മനുഷ്യനോട് ഏകീഭവിച്ച് ജീവിക്കും. മനുഷ്യനെ പോലെ ആയെങ്കിലേ മനുഷ്യനോട് ഏകീഭവിച്ചെങ്കിൽ മാത്രമേ, ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവന്റെ പാപങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിയുള്ളൂ. യേശു എന്നോട് ഏകീഭവിക്കണമായിരുന്നു. അതാണ് വാസ്തവത്തിൽ യേശുവിന്റെ ബാപ്റ്റിസത്തിൽ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, I have decided to identify with mankind. Now I can take all the troubles of the people. മനുഷ്യന്റെ സകല കുഴപ്പങ്ങളും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും. ബിക്കോസ് ഐ എം എ മാൻ. ഞാൻ മനുഷ്യനായി തീർന്നിരിക്കുന്നു. ഞാൻ മനുഷ്യൻ, അതായത് ഐ എം ഗോഡ് അറ്റ് ദ സെയിം ടൈം. ഞാനിപ്പോൾ ആരായിരിക്കുന്നു? മനുഷ്യനായിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങളെ എനിക്ക് ഏറ്റെടുക്കാനായിട്ട്, യേശുവിനെ ഏറ്റെടുക്കാനായിട്ട് കഴിയുന്നു. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ ഈ ചാപ്റ്ററിൽ സ്നാനത്തോടുകൂടെ അവൻ മനുഷ്യപുത്രനാവുകയാണ്. അതിനുശേഷം യേശു തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിക്കുവാൻ അവകാശമുണ്ടെന്ന് കാണിക്കേണ്ടതിന്. അപ്പോൾ മുതൽ യേശു തന്നെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? സൺ ഓഫ് മാൻ, സൺ ഓഫ് ഗാഡ്. ഹി ഈസ് ട്രൂലി സൺ ഓഫ് ഗാഡ്. ഹി ബിക്കെയിം സൺ ഓഫ് മാൻ. ഈ ട്രാൻസിഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോഴും അവൻ അവന്റെ അസ്തിത്വം എന്ത് ചെയ്യുന്നില്ല, അവന്റെ ഐഡന്റിറ്റി അവൻ വിട്ടുകളയുന്നില്ല. അവൻ മനുഷ്യനോട് ഏകീഭവിക്കുമ്പോഴും അവൻ ആര് തന്നെയാണ്? അവൻ ദൈവമാണ് എന്നുള്ളതാണ്. അവന്റെ ശുശ്രൂഷ സ്നാനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അടുത്തത് തൊട്ട് അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ മിനിസ്ട്രിയുടെ ആരംഭം നമ്മൾ കാണുകയാണ്. സ്നാനം എന്ന് പറയുന്നത് മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള അവന്റെ ഒരുക്കമാണ്, അവന്റെ ഡിക്ലറേഷനാണ്. ഈസ് ഡിക്ലയറിങ് that I am here to minister. മനുഷ്യപുത്രൻ വന്നത് എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും. അവന്റെ മിനിസ്ട്രി തുടങ്ങുകയാണ്. അവന്റെ ഇൻകാർണേഷൻ തന്നെ അവന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവന്റെ ശുശ്രൂഷയും എന്താണ്? അവന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. അല്ലെങ്കിൽ അവൻ മനുഷ്യനോട് ഏകീഭവിക്കുന്നൊന്നുമില്ല. അവൻ എന്താവശ്യം? അവന്റെ സ്നേഹവും കരുണയുമാണ് അവൻ മനുഷ്യനോട് ഏകീഭവിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ഇനി അതിന്റെ എല്ലാ ഡീറ്റെയിൽസിലും ആ സ്നേഹം നമുക്ക് കാണാനായിട്ട് കഴിയും. 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ദ ടൈം ഈസ് ഫുൾഫിൽ. ഞാൻ ചില ഫാസ്റ്റായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകണം. ദ ടൈം ഈസ് ഫുൾഫിൽ. നമുക്കറിയാമല്ലോ, ഈ വാക്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട്. ആൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് ദൈവരാജ്യം, ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ്. അത് എത്തിച്ചേർന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ്. വരാൻ പോകുന്നു എന്ന് തന്നെയല്ല, ഇതാ വന്നെത്തിയിരിക്കുന്നു എന്ന് തർജ്ജമ ചെയ്താലും അതിന് പ്രശ്നമില്ല. അതായത് കാലം തികഞ്ഞു, ഇതാ ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു.
എന്തുകൊണ്ട് ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നത് പറയാൻ കാര്യം? രാജാവ് വന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അല്ലാതെ രാജ്യം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ യേശു കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ യേശുവിന്റെ കർത്താവ് തന്നെ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ ചേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ മനസ്സിൽ ഭൂമിയിൽ മറ്റൊരു രാജ്യം ഉണ്ടാക്കുന്നത് പോലെ ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു മോഹമില്ല. ടെലിവിഷനിൽ ഒരു പ്രാവശ്യം സത്കമയ പ്രോഗ്രാമിൽ ഒരു റിലീജിയനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴത്തേക്ക് ഏഷ്യാനെറ്റിൽ കൈരളി പീപ്പിളില് സോ അവരെ ദേ വർ ടോക്കിംഗ് ടു മീ. അപ്പം എന്നോട് ഇവര് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്കൊരു ഹിഡൻ അജണ്ട ഇല്ലേ? ഇവിടെ ഭാരതം ഒരു ക്രിസ്തീയ രാജ്യമാക്കണമെന്നുള്ള ഹിഡൻ അജണ്ടയിലല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്തോന്ന് ഹിഡൻ അജണ്ട? അവ പറഞ്ഞ്, ഇവിടെ ഭാരതം ഒരു ക്രിസ്തീയ രാജ്യമാക്കണമെന്ന് നിങ്ങൾക്ക് മോഹമില്ല, അതിനുവേണ്ടിയല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഇവിടെ ക്രിസ്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാകണം, ക്രിസ്ത്യൻ MP-മാരുണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലയോ നമ്മളിവിടെ വലിയ ക്രൂസൈഡ് നടത്തുന്നത്. പിന്നെ അവര് ഇത് പറയുന്നതിനകത്ത് വല്ല അത്ഭുതമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെ ക്രിസ്ത്യൻ MP-മാരും ക്രിസ്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാകണം എന്നുള്ളതാണെന്ന്? എന്തോന്ന് വിഡിത്തമായി പറയുന്നത്? ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ പൊന്നു സഹോദര, എന്നെ പിടിച്ച് നാളെ നിങ്ങൾ പ്രൈം മിനിസ്റ്റർ ആക്കിയാലും ഞാൻ ഇന്ത്യ ഭരിക്കുന്നത് സെക്യുലറായിട്ടായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നിങ്ങൾ നാളെ എന്നെ പ്രൈം മിനിസ്റ്റർ ആക്കിയാൽ നാളെ തൊട്ട് ഇവിടെ എല്ലാവരും ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. കാര്യം ദൈവത്തിന്റെ രാജ്യം അങ്ങനെയല്ല. ക്രിസ്തീയ രാജ്യം എന്ന് നിങ്ങൾ വിളിക്കുന്നതായ എത്രയോ രാജ്യമുണ്ട്. അതിലേതെങ്കിലും ഒന്നുണ്ടോ ക്രിസ്തീയ രാജ്യമായിട്ട്? അമേരിക്ക എന്നാ ക്രിസ്തീയ രാജ്യമാണോ? ഇസ്രായേൽ എന്നാ ക്രിസ്തീയ രാജ്യമാണോ? ചിലർക്ക് ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് തിളയ്ക്കണം ചോര ഞരമ്പുകൾ എന്ന് പറയുന്ന പോലെ. എന്തോന്ന് ഇസ്രായേലിലേക്ക് ആളെ കൊണ്ടുപോകാൻ പൈസ മേടിക്കുന്ന പാർട്ടികൾ വരെയുണ്ട്. ഈ മട്ടാഞ്ചേരി കിടക്കുന്ന ഇവിടുത്തെ ജ്യൂസ് ഉണ്ടല്ലോ, യഹൂദന്മാരുണ്ടല്ലോ, അവർ എനിക്ക് അറിയാവുന്ന പലരും ഉണ്ട്. അവന്മാർ ജന്മം ചെയ്ത ഇസ്രായേലിൽ പോകത്തില്ല. എന്നാന്നറിയാം, അവന്മാർ ഇവിടെ കോടീശ്വരന്മാർ, അവൻ അവിടെ പോയി എങ്ങനെ ജീവിക്കും? കാശില്ലാത്തവന്മാരും എല്ലാം ആണെങ്കിൽ. ഇവിടെ ഉള്ള ഈ ജൂയിഷ് തെരുവിലുള്ള ഇവിടുത്തെ യഹൂദന്മാരായ ആളുകൾ ബില്യനേഴ്സാണ്. മില്യനേഴ്സ് മാത്രമല്ല, ഇവന്മാരെ നമ്മൾ കാശ് കൊടുത്താൽ പോകുമോ? അല്ലെ കാശില്ലാത്തതുകൊണ്ടാണോ ഇസ്രായേലിന്മാർ പോകാത്തത്? എന്തോ ഈ വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇവരെ കാശ് കൊടുത്ത് എന്തുവാ ഇസ്രായേലിലേക്ക് വിടണമെന്ന് വല്ല രീതിയിലും സുവിശേഷം പറഞ്ഞു പോലെ സ്വർഗത്തിലോട്ട് വിടാൻ നോക്ക്. ഇവന്മാരെ ഇസ്രായേലിലോട്ട് പറഞ്ഞു വിടുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും സ്വർഗത്തിലേക്ക് പോകാൻ. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് ഇസ്രായേലിന് രക്ഷ ഉണ്ടാകണമെങ്കിൽ അവർ കുത്തിയവങ്കലേക്ക് നോക്കണം. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഇന്ന് ഇസ്രായേലിനൊരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ എന്റെ ആദ്യജാതൻ, എന്റെ പുത്രൻ, അവൻ എന്റെ ആദ്യജാതൻ തന്നെ, എന്നെ ആരാധിക്കണം, എന്റെ മകനെ വിടുക എന്ന് പറഞ്ഞു. അന്ന് ഇസ്രായേൽ ആയിരുന്നു മകൻ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്തിൽ ആർക്ക് രക്ഷ വേണമെങ്കിലും ഇസ്രായേലിലൂടെ വേണമായിരുന്നു രക്ഷപ്പെടാൻ. കാര്യം രക്ഷയുടെയും ബ്ലെസ്സിങ്സിന്റെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ ഏജൻസി ആർക്കാ ദൈവം കൊടുത്തിരുന്നത്? അന്ന് ഇസ്രായേലിനാണ് കൊടുത്തത്. പക്ഷെ മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതി കഴിഞ്ഞു, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമെന്ന്. അതായത് ഇനി ഇസ്രായേലിന് രക്ഷ വേണമെങ്കിൽ ഈ പുത്രന് വരണം. പുത്രനിലൂടെ രക്ഷയുള്ളൂ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അതാണ്. എന്ത്? നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അന്ന് ഇസ്രായേലായിരുന്നു പുത്രൻ, അവനെ ചുംബിച്ചാൽ മതിയായിരുന്നു. ഇനി ഇസ്രായേലിനെ ചുംബിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ചുംബിക്കേണ്ടത് ആരാണ്? പുത്രൻ, എന്റെ കർത്താവാണ്. യേശു കർത്താവിനെ ചുംബിക്കുന്നവനാണ് ഇനി രക്ഷ, അല്ലാത്തവർക്കല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോജക്ട്സുമായിട്ട് ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ പറ, പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത് ഇവരോട് പോയി സുവിശേഷം പറ. അവര് കുത്തിയവങ്കിലേക്ക് നിങ്ങളൊന്ന് നോക്കാൻ പറ. അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഇന്ന് ഭൂമിയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഇന്നൊരുത്തിന് ഇസ്രായേലിനായെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവന് രക്ഷയൊന്നുമില്ല. അവന്റെ സിരകളിലൂടെ ഓടുന്നത് ജൂയിഷ് ബ്ലഡ് ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്ന് യേശുവിന്റെ രക്തം സിരകളിലൂടെ ഒഴുകിയാൽ മാത്രമേ ഉള്ളൂ നിനക്ക് രക്ഷ, അല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. എന്റെ സിരകളിലൂടെ ഒഴുകുന്നത് ഇസ്രായേലിന്റെ രക്തമൊന്നും അല്ല, എന്റെ സിരകളിലൂടെ ഒഴുകുന്നത് യേശുവിന്റെ രക്തമാണ്.
അവന്റെ രാജ്യം ഒരു ഭൗമിക രാജ്യമല്ല താനും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ഒരിക്കലും ഒരു രാഷ്ട്രത്തെയും ഇന്ന് ഒരു രാഷ്ട്രത്തെയും രാഷ്ട്രീയമായി അവന്റെ കീഴിലാക്കുവാനോ ക്രിസ്ത്യാനികളുടെ കീഴിലാക്കാനോ അവൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ കിങ്ഡം അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ത്യ ഒരു ക്രിസ്ത്യൻ പ്രധാനമന്ത്രിയും ക്രിസ്ത്യൻ പ്രസിഡന്റും ക്രിസ്ത്യൻ MP-മാരും MLA-മാരും ഒക്കെ ഉള്ളൊരു രാജ്യമാക്കാൻ ദൈവം തമ്പുരാൻ പോലും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്തിനാ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവന്റെ രാജ്യത്തിന്റെ അവൻ പറയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? രാജാവ് വന്നു കഴിഞ്ഞു. ആരാണ് രാജാവ്? യേശുവാണ് രാജാവ്. അവന്റെ രാജ്യത്തിൽ ഒരു രാജാവേ ഉള്ളൂ. അവിടെ വേറെ പ്രൈം മിനിസ്റ്റർ ഒന്നുമില്ല. അവന്റെ രാജ്യത്തിൽ യേശുവാണ് രാജാവ്. അത് ദൈവരാജ്യമാണ്. ഞാൻ വേറെ പല മെസ്സേജസ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേല്യരായ ഇവന്റെ ശിഷ്യന്മാർ പോലും ചിന്തിച്ചിരുന്നത്, എല്ലാവരും ചിന്തിച്ചിരുന്നത് യേശുവിനെ കുറിച്ച് അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർ പറഞ്ഞ എന്താണ്? അവൻ ഇസ്രായേലിന് രാഷ്ട്രം യഥാസ്ഥാനത്താക്കി കൊടുക്കുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചു. ഞാൻ ചിലപ്പം തമാശയ്ക്ക് പറയാറുണ്ട്, 3.5 വർഷം യേശു കർത്താവ് മുഴുവനും പ്രസംഗിച്ചത് എന്തിനെ കുറിച്ചാണ്? ദൈവരാജ്യം, 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 ദൈവരാജ്യം. യേശു ഒരിക്കലും ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞില്ല. എപ്പോഴും പറഞ്ഞെന്താണ്? ദൈവരാജ്യം. അത് മാത്രമേ പറഞ്ഞുള്ളൂ. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഈ ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അപ്പോഴാ കർത്താവ് മനസ്സിലാക്കുന്നുള്ളതല്ല. കർത്താവ് തിരിച്ചറിയുന്നത് എന്താണെന്നറിയാമോ? യുവന്മാർ ഇപ്പോഴും ഇസ്രായേലിന്റെ രാഷ്ട്രം എന്ന് പറഞ്ഞു കിടന്ന് ചാകാൻ നടക്കുക. ഇതുവരെയായിട്ടും ദൈവരാജ്യം ഇവരുടെ മനസ്സിൽ കയറിയിട്ടില്ല. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് പോലും യുവന്മാരുടെ മനസ്സിൽ ഇസ്രായേലേ ഉള്ളൂ. എന്തില്ല? ദൈവരാജ്യം ഇല്ല. ഞാൻ പിന്നീടുള്ള കാര്യം തമാശയ്ക്ക് പറഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ച് കാണണം, പിതാവേ, ഞാൻ ഈ 3.5 കൊല്ലം യുവന്മാരോട് ഇത് ദൈവരാജ്യം പറഞ്ഞിട്ട് ഇതുവരെ ഇവന്റെ തലയിൽ കയറിയിട്ടില്ല. ഇവൻ ഇപ്പോഴും ഇസ്രായേൽ എന്ന് പറഞ്ഞ് ചാകാൻ നടക്കുക. എന്റെ വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണേ, കുറച്ച് ദിവസം കൂടെ വേണം, ഒരു 40 days കൂടെ വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം നമ്മൾ വായിക്കുന്ന അവൻ 40 ദിവസം അവരോട് കൂടെ ഇരുന്ന് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചെന്ന. അതായത് 3.5 കൊല്ലം പഠിപ്പിച്ചിട്ടും അവർ പഠിച്ചില്ല. ഉയർത്തെഴുന്നേറ്റിട്ട് പിന്നെയും ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ചോദിക്കുക, കർത്താവെ, ഈ കാലയളവിലാണോ നീ ഇസ്രായേലിന് രാഷ്ട്രം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന്? കർത്താവ് പറഞ്ഞു, ഒരു രക്ഷയില്ല. എന്നിട്ട് പറഞ്ഞു, ദൈവം തന്റെ കരങ്ങളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് ആ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളത് അല്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇതിന്റെ പുറകെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, അതാ പ്രശ്നം. When the Holy Spirit will come upon you, you shall be my witnesses. ഇസ്രായേലിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളാകും. അതുവരെ നിങ്ങൾ ഇസ്രായേലും രാഷ്ട്രവും മറ്റേതും മറിച്ചതും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ചിന്ത ഉണ്ടാകത്തുള്ളൂ. എന്താണ്? എങ്ങനെ എനിക്ക് യേശുവിന്റെ സാക്ഷിയാകാൻ കഴിയും? അത് ഹോളി സ്പിരിറ്റിന്റെ വർക്കാ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ, പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും എല്ലാം യേശുവിനെ കുറിച്ചാണ്. എനിക്ക് എങ്ങനെ യേശുവിന്റെ സാക്ഷിയാകാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഞാൻ അതുകൊണ്ട് അന്ന് അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, ഇവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നതൊന്നും ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ബ്ലഡൊന്നും അല്ല. അമേരിക്ക തോന്നിവാസം കാണിച്ചാലും ഇസ്രായേൽ തോന്നിവാസം കാണിച്ചാലും ഞാൻ എതിര് പറയും. അല്ലാതെ അമേരിക്ക കാണിക്കുന്നത് ശരിയാണെന്നോ, അമേരിക്ക മിക്കവാറും ഒന്നും ശരിയായിട്ടൊന്നും കാണിക്കാറില്ല. ഇസ്രായേൽ കാണിക്കുന്നില്ല ശരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേക പദവി പണ്ട് അവർക്ക് കർത്താവ് പുത്രൻ എന്ന പദവി കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് ആ പദവി ഇല്ല. ഇപ്പൊ ആ പദവി ആർക്കേ ഉള്ളൂ? യേശുക്രിസ്തുവിലൂടെ ഉള്ളൂ. അവനിലൂടെ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉള്ളതുപോലെയുള്ള എല്ലാ അവകാശങ്ങളും ആർക്കും ഉണ്ട്, ഇസ്രായേലിനും ഉണ്ട്. അതിന് ഞാൻ എതിരൊന്നുമല്ല. ഇസ്രായേൽ എത്രയോ വർഷങ്ങൾ ഒരു രാജ്യമില്ലാതെ കഷ്ടപ്പെട്ട ഒരു രാഷ്ട്രമാണ്. കർത്താവ് അതുകൊണ്ട് അവർക്കൊരു രാഷ്ട്രം കൊടുത്തു. ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല.
രാഷ്ട്രം കർത്താവ് കൊടുത്തു അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ശരിയാണ്. അതുപോലെ കഷ്ടപ്പെട്ടവരാണ് ഇസ്രായേലിയർ. ഇപ്പോഴാണല്ലോ ഇവരിങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ കാര്യമൊക്കെ പറയുന്നത്. എന്തുമാത്രം ഹിറ്റ്ലർ ഏതൊക്കെ കാലയളവിൽ ആരുടെയൊക്കെ കീഴിൽ ചവിട്ടി മെതിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് എന്ത് ഇസ്രായേൽ. അതെല്ലാം ദൈവം ചരിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അവർക്ക് ഒരു രാഷ്ട്രത്തെ ദൈവം കൊടുത്തു. അത് കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. ഒക്കെ ശരിയാണ്, ആ വാഗ്ദത്തം കർത്താവ് നിർവഹിച്ചു കൊടുത്തു. പക്ഷേ ഇതെല്ലാം ആത്യന്തികമായി എന്തിനു വേണ്ടിയാണ്? അവരെ യേശുവിനെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാതെ ഇവരെ രാഷ്ട്രം കളിപ്പിച്ചുകൊണ്ട് ഇരുത്താൻ വേണ്ടിയൊന്നുമല്ല. ഇന്നും ഇസ്രായേലിന്റെ ചുമതല എന്താണ്? ദൈവം പുത്രനാക്കി വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, അവർ കുത്തിയവങ്കലേക്ക് നോക്കും. അതാണ് അവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആത്യന്തികമായ രക്ഷ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ് ബിക്കോസ് ദ കിങ് ഈസ് ഹിയർ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അവിടെയാണ് ഞാനിത് പറഞ്ഞത്, ഒരു സ്നേഹപ്രഖ്യാപനമാണെന്ന് പറയാൻ കാര്യം. കാരണം ദ കമ്മിങ് ഓഫ് ദ കിങ്, കർത്താവ് വരുന്നു എന്ന് പറയുന്നത്, കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഭീതിയുടെ ഒരു സന്ദേശമായിരുന്നു. ദ ലോർഡ് ഈസ് കമ്മിങ്, ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് നിയർ എന്ന് പഴയ നിയമ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത്. പഴയ നിയമ പ്രവാചകന്മാർ കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ന്യായവിധി വരുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, ദ കിങ് ഹാസ് കം ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. ഡിഫറൻസ് കണ്ടോ? പഴയ നിയമ പ്രവാചകന്മാർ അതെല്ലാം നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കുകളുടെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുന്നില്ല. മലാഖിയുടെ പ്രവചനത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ നമ്മൾ പറയും, കർത്താവ് വരുന്നു, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഉള്ളൊരാഹ്വാനം. ശരിക്കും നിങ്ങൾ വായിക്കണം. എന്താണെന്നറിയാമോ മലാഖി പ്രവചനത്തെ കുറിച്ച്? മലാഖിയിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് അർത്ഥത്തിലാണ്. എന്താണെന്നറിയാമോ? കർത്താവിന്റെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, അവൻ വരുന്നു, നിന്നെ സഹായിക്കാൻ വരുന്നൊന്നുമല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലെ എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. നീ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളി പോലെ ആയിരുന്നു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഭാഷാന്യ പശുക്കളെ കുടിക്കാൻ കൊണ്ടുപോകാന്ന് പറയുന്നത് നീ എന്തോ ഓർത്തുകൊണ്ടായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, നീ ഇത്രയും ആള് കളിക്കുന്നല്ലോ, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങടാ എന്നാ പറയുന്നത്. അവിടുത്തെ വാക്യം ന്യായവിധിയുടെ സന്ദേശം പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ന്യായവിധിയുടെ സന്ദേശം പറഞ്ഞിട്ട് പറയാണ്, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ വലിയ വർത്തമാനം പറയുന്നല്ലോ. ഞാനിതങ്ങ് നമ്മളുടെ ഭാഷ പറയാം, നീ വലിയ വർത്തമാനം പറഞ്ഞിരിക്കുന്നല്ലോ, കർത്താവ് വരട്ടെ എന്നൊക്കെ പറയുന്നല്ലോ. നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ കർത്താവ് വരുന്നത് നീ ഒന്ന് നേരിടടാ എന്നാ പറയുന്നത്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, അവൻ ന്യായവിധിയുമായിട്ട് വരുന്നെന്നുള്ളതാണ് അവിടെ പറയുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദൈവത്തിന്റെ വരവിനെക്കുറിച്ച്, കർത്താവിന്റെ വരവിനെക്കുറിച്ച് പറയുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതായ ഒരു പ്രത്യേകമായ കാര്യം ഇതാണ്. ന്യായവിധി എന്തിൻ്റെ ഇതായിട്ടാണ് പറയുന്നത്? കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ന്യായവിധിയുമായിട്ടാണ്. ഈവൻ യോഹന്നാൻ പോലും പറയുന്നതാ. യോഹന്നാൻ പറയുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, അവൻ ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെ അവൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും, അവൻ വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ ചുറ്റും വെടിപ്പാക്കി കെടാത്ത തീയിൽ ഇട്ട് കളയും. ന്യായവിധിയുടെ സന്ദേശം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ന്യായവിധിയുടെ സന്ദേശമാണ് പറയുന്നത്. അത് തെറ്റൊന്നുമല്ല. കാര്യം കർത്താവ് ഇനി വരുന്നത് എന്തിനു വേണ്ടിയാണ്? ന്യായവിധിക്ക് വേണ്ടിയാണ് വരുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, എന്നാൽ ഒരു പരിധി വരെ യോഹന്നാൻ കർത്താവിനോട് ചോദിക്കണം, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ചില കാര്യങ്ങൾ ഇടയ്ക്ക് കയറി പറയുന്നത് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള സംശയമുണ്ട്. ഇതെന്താ ഇത്രയും കൂടെ നിന്നിട്ടും യോഹന്നാൻ ഇങ്ങനൊരു സംശയം ഉണ്ടാകാൻ കാര്യം? മറ്റൊന്നുമല്ല, യോഹന്നാൻ പ്രതീക്ഷിച്ചത് പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ യേശു വരുന്നത് ന്യായവിധി നിർവഹിക്കാൻ വേണ്ടിയാണെന്നാ. പക്ഷെ യേശു വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, സുവിശേഷം ദരിദ്രരോട് പ്രസംഗിക്കുന്നു. ഇതൊന്നുമല്ല യേശുവിൽ നിന്നും ആര് പ്രതീക്ഷിച്ചത്? യോഹന്നാൻ പ്രതീക്ഷിച്ചത് മാനസാന്തരപ്പെടാത്ത മുഴുവൻ എണ്ണത്തിനെയും തീയിലിട്ട് ചുട്ടുകളയാനായിട്ട് കർത്താവ് വരുന്നെന്നാണ് ഇവൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിക്കുന്നത്,
നീ തന്നെയാണോ വരുവാനുള്ളവൻ, അതോ ഞങ്ങള് മറ്റൊരാളെ കാത്തിരിക്കണമെന്ന് ചോദിക്കാൻ. പാവം, നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് പറ്റിയ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രസാദ വർഷവും കർത്താവിൻ്റെ പ്രതികാര ദിവസവും ഒരുമിച്ചാണ് ഇവർ ചിന്തിച്ചത്. അതുപോലെ നാച്ചുറലി പഴയ പ്രവാചകൻ അതൊരു കുറ്റമല്ല. കാര്യം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഹൊറൈസൺ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, ഈ ചക്രവാളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചക്രവാളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മലകളൊക്കെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെ തോന്നത്തുള്ളൂ. ഒരു മല തൊട്ടാൽ അടുത്ത മല, അല്ലേ? അങ്ങനെ തൊട്ട് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ചക്രവാളത്തെ കാണുന്നത്. പക്ഷേ അടുത്ത് ചെല്ലുമ്പോൾ അറിയുന്നത് ഈ രണ്ട് മലകൾക്കിടയ്ക്ക് ഒരു പട്ടണം തന്നെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവിടെ ജീവിതമുണ്ട്, പട്ടണമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നതുപോലെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെയും രണ്ടാമത്തെ വരവിനെയും തൊട്ട് നിൽക്കുന്നതായിട്ടാണ് ഈ പ്രവാചകന്മാർ പഴയ നിയമത്തിൽ മനസ്സിലാക്കിയത്. അവരുടെ കുറ്റമല്ല. എന്നാൽ കർത്താവിൻ്റെ പ്രസാദ വർഷവും കർത്താവിൻ്റെ പ്രതികാര ദിവസവും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് യേശു കർത്താവ് വന്ന്, അതായത് മെസ്സയ്യ ഈസ് കമ്മിങ്, കർത്താവ് വരുന്നു. കർത്താവ് വരുമ്പോൾ ആദ്യം ഒരു പ്രസാദ വർഷമുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു പ്രതികാര ദിവസമുണ്ട്. ആ പ്രതികാര ദിവസം ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണ്? പ്രസാദ വർഷമാണ്. പ്രതികാര ദിവസം വരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് നസറത്തിൽ വെച്ച് ചുരുളുകൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ കർത്താവ് അറിഞ്ഞോണ്ട് ഒഴിവാക്കിയ ഒരു വാക്കുണ്ട്. കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. പ്രതികാര ദിവസത്തിൻ്റെ കാര്യം അങ്ങ് വിട്ടുകളഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികാര ദിവസം വരും, പക്ഷേ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ് എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുവാൻ. ആ ഒരു പ്രസാദ വർഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ പ്രതികാര ദിവസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്, യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ അവൻ ആദ്യം പ്രകാശിപ്പിക്കുന്നത് അവൻ്റെ കോപത്തെയല്ല, പ്രത്യുത അവൻ്റെ സ്നേഹത്തെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് പറയുന്നത്? ഇതാ ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു, രാജാവ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ. അതായത് ഹി ഈസ് വെൽക്കമിങ് പീപ്പിൾ ടു ദ കിങ്ഡം. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും കർത്താവ് പറയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ ശുശ്രൂഷ ആ സ്നേഹത്തിന്റെ പ്രകാശനമാണെന്ന്. ഇതുവരെയും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നതെല്ലാം എന്താണ്? കർത്താവിന്റെ പ്രതികാര ദിവസം. ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സ് അങ്ങനെ. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, നോ, കം ഓൺ, യു ഹാവ് എ പ്ലേസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ജസ്റ്റ് റിപ്പന്റ് ആൻഡ് അക്സെപ്റ്റ് മീ ആസ് യുവർ കിങ്. നീ എന്ത് ചെയ്യുക? മാനസാന്തരപ്പെടുക, നീ സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇറ്റ്സ് എ ഗോസ്പൽ, ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. കം ഓൺ, യു ആർ വെൽക്കം ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. ആ സ്വാഗത വചനങ്ങളോടെയാണ് കർത്താവ്, ദൈവരാജ്യത്തിലേക്കുള്ള സ്വാഗത വചനത്തോടെയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷ അത് തന്നെയാണ്. നമ്മളും വാസ്തവത്തിൽ എന്താണ്? വി നീഡ് ടു വെൽക്കം പീപ്പിൾ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒരു സ്നേഹത്തിന്റെ സന്ദേശമാണ്. ന്യായവിധിയുടെ വാൾ കാട്ടിയല്ല, പ്രത്യുത എന്താണ്? കെട്ടിപ്പിടിക്കുന്ന കരങ്ങൾ കാണിച്ചുകൊണ്ടാണ് കർത്താവ് ജനത്തെ വിളിക്കുന്നത്. യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് ന്യായവിധിയുടെ വാള് കാണിച്ചുകൊണ്ടല്ല. യോഹന്നാൻ അങ്ങനെ ആയിരുന്നു. യോഹന്നാൻ എന്താ? യോഹന്നാൻ ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. തെറ്റല്ലല്ല പറഞ്ഞത്. പക്ഷേ കർത്താവ് പറഞ്ഞു, യെസ്, കോടാലി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോൾ വന്നത് വിട്ടാൻ വേണ്ടിയല്ല. എന്താണ്? വെൽക്കം. ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? നിന്നെ വെൽക്കം ചെയ്യാനാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, കമോൺ. പ്രോഡിഗൽ സൺഡേ ഉപമ പറയുമ്പോഴത്തേക്ക് എന്താ കാണുന്നത്? വെൽക്കമിങ്, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നതായ ഒരു പിതാവിനെ കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ സുവിശേഷം എന്ന് പറയാൻ കാര്യം. ദ ഗുഡ് ന്യൂസ്. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകാശനം എന്ന് ഞാൻ പറഞ്ഞത്. അവന്റെ ശുശ്രൂഷ അവന്റെ സ്നേഹത്തിന്റെ പ്രകാശനമാണ്. അവന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ്? വെൽക്കം, വെൽക്കം ടു മൈ കിങ്ഡം. എൻ്റെ രാജ്യത്തിലേക്ക് നിനക്ക് സ്വാഗതം. There is only one thing you need to do. Repent. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ നീ മാറ്റിക്കളയുക. എന്നിട്ട് എങ്കിലേക്ക് നോക്കുക. റിപ്പന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ടേൺ ബാക്ക്. മെറ്റനോയ എന്ന് പറയുമ്പോഴത്തേക്ക് ടേൺ ബാക്ക്, നീ പൊക്കോണ്ടിരിക്കുന്ന വഴി നീ ഒന്ന് തിരിയുക. ടേൺ ബാക്ക്, നീ നോക്ക്, എന്നിലേക്ക് നോക്ക്. മനുഷ്യനിൽ നിന്ന് ഓടി അകലുന്ന മനുഷ്യനോട്, ദൈവത്തിൽ നിന്ന് ഓടി അകലുന്ന മനുഷ്യനോട് ദൈവം ഇറങ്ങിച്ചെന്നിട്ട് പറയുകയാണ് തിരിഞ്ഞു നോക്കാൻ. തിരിഞ്ഞു നോക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്ക്, എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള യഥാർത്ഥ സന്ദേശം ഇതാണ്. ഈ പഴയ നിയമത്തിലും പ്രവാചകന്മാരെ എല്ലാം പറഞ്ഞു വിട്ടത് എന്തിനു വേണ്ടിയാണ്? തിരിയാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിന്, ഞാൻ തേടി വരുന്ന ദൈവസ്നേഹം എന്ന് പറയുന്ന എൻ്റെ സിഡിക്കകത്ത് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. God is welcoming us and it is our duty to welcome people to the kingdom of God. കർത്താവിൻ്റെ ഉപമകളിലൊക്കെ നമ്മളതാ കാണുന്നത്. നിങ്ങൾ പോയി വിളിച്ചോണ്ട് വാ, കൂടുതൽ ആളുകളെ വിളിച്ചോണ്ട് വാ, വിളിച്ചോണ്ട് വാ, വിളിച്ചോണ്ട് വാ. കാര്യം എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് വരുന്ന ശുശ്രൂഷ, അതാണ് മിനിസ്ട്രി. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിൽ ഒഴുകിയ ആ സ്നേഹമാണ്, അവൻ്റെ സ്നേഹമാണ് അവൻ എന്ത് ചെയ്യാൻ സമ്മതിച്ചത്, അല്ലെങ്കിൽ അവനെ ചെയ്യിച്ചത് എന്താണ്? ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഹി വാസ് വെൽക്കമിങ് പീപ്പിൾ ബിക്കോസ് ഹി വാസ് ലവിങ് പീപ്പിൾ. അവൻ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അതോ കടമ തീർക്കാനുള്ള സുവിശേഷ പ്രവർത്തനമാണോ? നമ്മളെന്താ പറയുന്നത്? ഫ്രണ്ട്, there is no need for you to die. നീ മരിക്കേണ്ട കാര്യമില്ല. Come on, you are welcome. You are welcome to the kingdom of God. പക്ഷേ അൺകണ്ടീഷണൽ അല്ല. എന്ത് വേണം? മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരം പ്രസംഗിക്കാൻ പറ്റില്ല. മാനസാന്തരം പ്രസംഗിക്കണം, പക്ഷെ അതോടൊപ്പം എന്തുകൂടെ പറയണം? മാനസാന്തരപ്പെടുന്നവൻ എന്തുണ്ട്? അവന് ദൈവരാജ്യത്തിലേക്ക് സ്വാഗതമുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. അവന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് വെൽക്കമിങ് പീപ്പിൾ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്ക്, അവന്റെ രാജ്യത്തിലേക്ക് ജനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ്, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, ഒരു നീട്ടിയ കരങ്ങളുമായിട്ടാണ് യേശു എന്ത് തുടങ്ങുന്നത്? അവന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് നീട്ടിയ കരങ്ങളുമായി. ന്യായവിധിയുടെ വാൾ ഉയർത്തിപ്പിടിച്ച് പേടിപ്പിച്ചുകൊണ്ടല്ല, പ്രത്യുത വെൽക്കം ചെയ്യുന്ന ആ തുറന്ന ഹൃദയത്തോടെ വിടർന്ന കൈകളോടുകൂടെയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതാണ് യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുന്നതായ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു പറയുമ്പോൾ ഇതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശുശ്രൂഷയിൽ, ജീവിതത്തിലെ കാര്യം നമ്മൾ രാവിലെ പഠിച്ചല്ലോ. ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ ശുശ്രൂഷയിൽ കിടക്കുമ്പോൾ അവൻ്റെ തുടക്കം അങ്ങനെയാണ്. 2, നമ്മൾ മർക്കോസ് സുവിശേഷം 1-ാം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവൻ ശിഷ്യന്മാരെ വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 16-ാമത്തെ വാക്യം, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവരുടെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെയും കൂലിക്കാരോടും കൂടെ അപ്പനായ സെബദിയെ കൂലിക്കാരോടും കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. പിന്നീട് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ലേവിയെ, ചുങ്കസ്ഥലത്തിരിക്കുന്നവനായ ചുങ്കക്കാരനായ ടാക്സ് കളക്ടറായ ലേവിയെ വിളിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഈ യേശു വിളിക്കുന്ന ആളുകളുടെ പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് എൻ്റെ കൂടെ നടക്കാനും അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായിട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിന് യോജിക്കുന്ന ആളുകളെയാണല്ലോ സാധാരണ രീതി വിളിക്കാൻ സാധ്യതയുള്ളത്. ഏത് ബൈബിൾ സ്കൂളിലാണ് മോൻ പഠിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പം വിളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ യോഗ്യത. ഇത് എന്തോന്ന് യോഗ്യതയുള്ളവരെ വിളിച്ചത്? ഒരു കാരണവശാലും ഇവൻ്റെ കൂടെ നടക്കാൻ യോഗ്യത ഇല്ലാത്തവരെയാണ് ഇവൻ വിളിക്കുന്നത്. ഈ മീൻപിടുത്തക്കാരെന്ന് പറയുന്നത് ബേസിക്കലി അവർക്ക് ഈ പറയുന്ന പോലുള്ള വിദ്യാഭ്യാസമോ മറ്റുള്ള കാര്യങ്ങളോ ഉള്ളവരല്ല. അവരത്ര റിലീജിയസും അല്ല. ഒന്നാമത് ഈ കടലിൽ മീൻ പിടിക്കാൻ പോയി അവർ ഭയങ്കര ടഫായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ നാക്കയിലിരിക്കുന്നത് എന്താണെന്നുള്ളത് കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള ആളുകളെയാണ്, റഫായിട്ടുള്ള ആളുകളെയാണ് ആര് വിളിക്കുന്നത്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്ന് പറയുന്ന യേശു അവൻ്റെ ശിഷ്യന്മാരാക്കാൻ വിളിച്ചോന്മാർ റഫ് ആൻഡ് ടഫായിട്ടുള്ള പാർട്ടികൾ. ഈ യേശു കാണിക്കുന്നൊക്കെ എന്നാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്കൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ പ്രതിഫലനം. ഇനി ലേവി ചുങ്കക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അതും മനസ്സിലാക്കണം. അവർ ട്രൈറ്റേഴ്സായിട്ടാണ് അവരെ, അല്ലെങ്കിൽ രാജ്യദ്രോഹികളായിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത്. അതായത് യഹൂദന്മാർക്ക്, റോമൻ ഗവൺമെന്റിന് വേണ്ടി യഹൂദന്മാരോട് ടാക്സ് പിരിക്കുന്ന, നമ്മുടെ
പണ്ട് ബ്രിട്ടീഷുകാരോട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ടാക്സ് പിടിക്കുന്ന ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയോട് നമുക്ക് എന്തായിരിക്കും മനോഭാവം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇല്ലേ? എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ആ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ ചതിയന്മാരായിട്ട്, വഞ്ചകന്മാരായിട്ട് കണക്കാക്കുന്ന അങ്ങനെയുള്ളവരൊക്കെയാണ് യേശു എന്ത് ചെയ്യുന്നത്? അവൻ്റെ ശിഷ്യന്മാരാകാനായിട്ട് വിളിക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ മിഷനിലേക്ക് ഒരാളെ വിളിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ രീതി നമ്മൾ വിളിക്കുന്നില്ല. ആരെങ്കിലും വന്നാൽ തന്നെ നമ്മൾ എന്തെല്ലാം നോക്കിയിട്ടാണ് ഇവന്മാരെ ഒന്ന്, അതായത് ഇവൻ നാളെ നമുക്കൊരു പാരയാകുമോ, നാളെ പാരെന്ന് പറഞ്ഞാൽ മറ്റർത്ഥത്തിലല്ല, അവൻ്റെ ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു, നമ്മുടെ കൂടെ വരുന്ന ഒരുത്തൻ എന്തെങ്കിലും ഒരു വൃത്തികൾ കാണിച്ചു കഴിഞ്ഞാൽ, ഒരു വാക്ക് മാറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ സാജുവിൻ്റെ കൂടെ ഉള്ളവൻ ഇങ്ങനെയാണെന്നല്ല പറയത്തുള്ളൂ. അപ്പം ഞാൻ അതും നോക്കിയും കണ്ടുമൊക്കെ വേണ്ടേ? അതുകൊണ്ട് നോക്കിയും കണ്ടുമാണ്, അതായത് ഒരുമാതിരി നന്നായിട്ടൊക്കെ ഇവൻ സംസാരിക്കും, അതായത് മറ്റ് ബുദ്ധിയേക്കാളൊക്കെ അങ്ങ് പോട്ടെ, എന്നാലും അതായത് എൻ്റെ പേര് കളയാത്ത ഒരുത്തനെയല്ല ഞാൻ വിളിക്കത്തുള്ളൂ. ഏറ്റവും കുറഞ്ഞത് എൻ്റെ പേര് കളയാത്ത ഒരുത്തനെ മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ, ഇല്ലേ? ഞാനൊരാളെ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ്. ഇവൻ്റെ പേര് മിക്കവാറും കളയുമാർ. എന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, സൗമ്യതയും താഴ്മയുള്ളവൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നതെല്ലാം ഇടിമക്കള്, എരിവുകാരൻ. അതായത് ഇവൻ ബ്ലൂ കോളർ ഫിഷർമെൻ 4 എണ്ണത്തിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. 4 മീൻപിടുത്തക്കാരായ 4 പേരെ അവൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നുള്ളത് ഒരു ടാക്സ് കളക്ടറാണ്, ഇല്ലേ? മൂന്നാമത് പിന്നുള്ള 4 1 5 6ാമത്തെ ഒരാളെന്ന് പറയുന്നത് ഈ മുമ്പേ പറഞ്ഞ ഒരു എരിവുകാരനായ ശിമോൻ സെലഡ്, ഒരു ഉഗ്രവാദിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഒരു ഉഗ്രവാദിയും, ഒരു റാഡിക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരു റാഡിക്കൽ മെമ്പറേയും കൂടെ അവർ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരുത്തൻ എന്തോ കണ്ടാലും സംശയമുള്ള ഒരു പാർട്ടിയെ. പിന്നെ ഒരാളെ കൂട്ടിയിരിക്കുന്നത് പക്ക ബിട്രയറാണ്, ധനമോഹിയും കള്ളത്തരം കാണിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഏതാണെങ്കിലും അബദ്ധം പറ്റിയതൊന്നുമല്ലല്ലോ, യേശുവിന് അബദ്ധം പറ്റിയതൊന്നുമല്ല. ഇവൻ ഇങ്ങനെ തന്നെ ആണെന്നറിഞ്ഞോണ്ടല്ലേ യേശു വിളിച്ചത്, അല്ലാതൊന്നുമല്ലല്ലോ. നമ്മുടെയൊക്കെ ചിന്ത കർത്താവിന് അബദ്ധം പറ്റിയതുകൊണ്ട് നമ്മളെ വിളിച്ചതെന്നാ. ഒന്നുമല്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തുവാ, നിന്റെ ഹൃദയത്തിൻ്റെ ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥം കൊണ്ടാണ് നിന്നെ വിളിച്ചതൊന്നും നീ ചിന്തിക്കുകയൊന്നും ചെയ്യരുത്, നീ ദുശാഠ്യമുള്ള ജനമാണെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. ഇതൊന്നും അറിയാൻ വയ്യാതൊന്നും വിളിച്ചതൊന്നുമല്ല. നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അത് ഓർക്കുമ്പോഴാണ് നമുക്ക്, ഞാനൊരു സ്റ്റോറിയിൽ ഇങ്ങനെ കേട്ടതാണ്. സ്ട്രീറ്റിൽ മോഷണം നടത്തി പിടിച്ച് പോലീസ് അകത്തിട്ട 2 പിള്ളേരെ, ചേട്ടനും അനിയനുമാണ്, 2 പിള്ളേരെ അവരുടെ സ്റ്റോറി വായിച്ചിട്ട് മോഷ്ടാക്കളായ 2 പിള്ളേരെ ഒരാൾ അഡോപ്റ്റ് ചെയ്തു. ആ അഡോപ്റ്റ് ചെയ്ത ആൾ തന്നെ എഴുതിയതാണ്, ഞാൻ വായിച്ചത്, കഥയല്ല, നടന്ന സംഭവമാണ്. കോർട്ടിൽ നിന്ന് അഡോപ്ഷൻ്റെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ പുറയിലിരുന്ന് ചേട്ടനും അനിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഇല്ല നമ്മൾ ആരാന്നൊന്നും ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു, നമ്മൾ ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അയാൾ ചിലപ്പം പുറത്താക്കിയാൽ അറിയത്തില്ലെന്ന്. അപ്പോൾ ഇവർ പൊറുപൊറുക്കുന്നത് ആര് കേട്ടു? ഈ പുതിയ അപ്പൻ കേട്ടു. അപ്പോഴദ്ദേഹം ഒരു ഡിവോഷനകത്ത് അദ്ദേഹം എഴുതിയതാണ്, അവർ ചിന്തിക്കുന്നത് അവരാരാണെന്നറിയാതെ ഞാൻ അവരെ കൂട്ടിയത്. അങ്ങനൊന്നുമല്ല, അവർ കള്ളത്തരം കാണിച്ചവരും കള്ളന്മാരും മോഷ്ടാക്കളുമാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവരെ അഡോപ്റ്റ് ചെയ്തത്. നമ്മളെ കർത്താവ് വിളിച്ചത് നമ്മൾ നല്ലവരാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടൊന്നുമല്ല. കർത്താവ് തെറ്റിദ്ധരിച്ചൊന്നും നമ്മളെ കൂടെ കൂട്ടിയൊന്നുമല്ല. നമ്മൾ കള്ളന്മാരും നമ്മൾ കുഴപ്പക്കാരും ഒക്കെയാണെന്ന് അറിയാമായിരുന്നിട്ടും കർത്താവ് എന്ത് ചെയ്തു, നമ്മളെ കൂട്ടി. എന്തൊരു സ്നേഹമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ സ്നേഹത്തിൻ്റെ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാതെയാണ് അവൻ നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ല. ഇംഗ്ലീഷ് സാധാരണ പറയാറുണ്ട്, God is not calling the qualified, rather he is calling people and qualify them. ദൈവം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ അല്ല വിളിക്കുന്നത്, പ്രത്യുത അവൻ വിളിച്ചേച്ച് ക്വാളിഫൈ ചെയ്യുകയാണെന്ന്. നമ്മളൊക്കെ ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, അവനങ്ങ് വിളിച്ചിട്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ്, ക്വാളിഫൈ ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്വാളിഫൈ ചെയ്യുകയാണ്. ഓക്കെ, വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ 21 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അവൻ കഫർന്നഹൂമിലേക്ക് പോയി, ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത്.
അപ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്, ഒന്ന്, അവൻ്റെ മിനിസ്ട്രി തുടങ്ങുമ്പോൾ അവൻ്റെ ഒരുക്കത്തിൻ്റെ കാര്യത്തിൽ, സ്നാനത്തിൻ്റെ കാര്യത്തിൽ അവൻ മനുഷ്യവർഗത്തോടുള്ള അവൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കുകയാണ്, അവൻ നമ്മളോട് ഏകീഭവിക്കുകയാണ്. രണ്ട്, നമ്മൾ കണ്ടു അവൻ ശിഷ്യന്മാരെ അവന് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക്, ശിഷ്യന്മാരെ അവൻ്റെ പ്രസംഗം അവൻ തുടങ്ങുമ്പോൾ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന മുമ്പ് തന്നെ അവൻ്റെ ശുശ്രൂഷ അവൻ തുടങ്ങുമ്പോൾ അവൻ തുടങ്ങുന്നത് എന്ത് തന്നെയാണ്? ഒരു വെൽക്കമിങ് ഹാൻഡ് കൊണ്ടാണ്, അല്ലാതെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പടവാള് കാണിച്ചിട്ടല്ല. പ്രത്യുത അവൻ്റെ രാജ്യത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുന്ന ഇതെല്ലാം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ? അവൻ്റെ ശുശ്രൂഷയിൽ. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ. ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെയാണ് അവൻ വിളിക്കുന്നത്. തന്നെയല്ല, ഒരു പരിധിവരെ ലോകത്തിൽ ഒരാളും തിരഞ്ഞെടുക്കാത്ത ആളുകളെയാണ് അവൻ വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് അവൻ്റെ ഉപദേശത്തിൻ്റെ കാര്യം കാണുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, ഹി ഈസ് എ മാൻ വിത്ത് അതോറിറ്റി. He is a man with authority. He speaks authoritatively. അവൻ അധികാരമുള്ളവനായിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് അധികാരമുള്ളവനായിട്ട് സംസാരിക്കുന്നതെന്ന് പറയാൻ കാര്യം? ശാസ്ത്രിമാരും പരീശന്മാരും അല്ലെങ്കിൽ ശാസ്ത്രിമാർ പഠിപ്പിക്കുമ്പോൾ അവൻ അവരെ പോലെ അല്ല എന്ന് പറയാൻ കഴിയും. ശാസ്ത്രിമാരുടെ ഒക്കെ പ്രത്യേകത, അവരെല്ലാം പറയുന്നത് എങ്ങനെ അറിയാം? അവർ വ്യാഖ്യാനിക്കുന്നവരാണല്ലോ. അവർ പറയുന്നത്, അല്ല, ആ ഭാഗം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പിന്നെ അങ്ങനെയും പറയാം. അല്ലാതെ റബി ഷമായി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെയാണ്, റബി ഹില്ലേൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അങ്ങനെയും ആകാം. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഉറപ്പിച്ചൊരു കാര്യം പറയത്തില്ല. നമ്മൾ പണ്ട് ഒരു ടീച്ചറിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹം പുഷ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുഷ്പമെന്നായി പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ സ്റ്റോറി. ഈ ചെറുക്കൻ വീട്ടിൽ ചെന്ന് പുഷ്പം, പൂവ്, പുഷ്പം, പൂവെന്ന് വായിച്ചപ്പോഴത്തേക്ക് അപ്പൻ ചോദിച്ചു, എന്തോടെ വായിച്ചേ? പുഷ്പം, പൂവ്. പുഷ്പമോ? എന്നാ പുഷ്പം? എടാ പുഷ്പം എന്ന് വായില്. ഇല്ല, ടീച്ചർ പറഞ്ഞത് പുഷ്പം എന്നാ. എടാ അയക്കറിയാൻ പറഞ്ഞില്ല, നീ പുഷ്പം, പൂവ്, ടീച്ചറിനോട് ഇന്ന് പറ പുഷ്പം എന്നാണെന്ന്. ഇവൻ പിറ്റേ ദിവസം ചെന്നിട്ട് പറഞ്ഞു, സാറേ ഡാഡി പറഞ്ഞല്ലോ പുഷ്പമെന്നല്ല പുഷ്പമെന്നാണെന്ന്. ഉടനെ ടീച്ചർ എന്നെ പറഞ്ഞറിയാം, അല്ല, അങ്ങനെ കുട്ടി പറഞ്ഞതുപോലെയും പറയാം, പിന്നെ പുഷ്പമെന്നും പറയാമെന്ന്. കാര്യം കുട്ടി പറഞ്ഞതുപോലെ പുള്ളിക്ക് പറയാൻ അറിയത്തില്ലല്ലോ, പുഷ്പം എന്ന് പറയാൻ പുള്ളിക്ക് പറ്റില്ല. അതുകൊണ്ട് കുട്ടി പറഞ്ഞതുപോലെയും പറയാം, പിന്നെ പുഷ്പമെന്നും പറയാം. ഇതാണ് ശാസ്ത്രിമാരുടെ പ്രത്യേകത. ശാസ്ത്രിമാരുടെ ഇന്നത്തെ പല വ്യാഖ്യാതാക്കളുടെയും ഉപദേശിമാരുടെയും ഒക്കെ പ്രശ്നം ഇതാണ്. എന്ത് ചെയ്താൽ നേരെ ചൊവ്വേ ഒരു കാര്യം പറയത്തില്ല. മോനെ അങ്ങനെ അല്ലടാ ഇത് പറയുന്നത്, വേദോസം ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇല്ല. യേശുവിൻ്റെ പ്രത്യേകത അതുമല്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ വ്യാഖ്യാനം പോലും ഇല്ലാതെ ഞാനോ നിങ്ങളോട് പറയുന്നത്. അതാണ് അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ സംസാരിക്കുന്നത്. അവൻ കൊട്ടേഷൻസ് അല്ല, അവൻ അധികാരമുള്ളവനാണ്. അധികാരത്തോടുകൂടെ സംസാരിക്കുന്ന യേശു. ഇവിടെ നമ്മളുടെ കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളും സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. വി ഓൾസോ നീഡ് ടു സീ ദാറ്റ് വി ആർ സ്പീക്കിംഗ് വിത്ത് അതോറിറ്റി. ടെൽ ഇറ്റ്. അതോറിറ്റി ആരാ കാണിക്കുന്നത്? സ്നേഹമുള്ളവനെ അതോറിറ്റി കാണിക്കത്തുള്ളൂ. അല്ലാത്തവനാണ് ഇങ്ങനെ ഉഴപ്പിത്തിരിഞ്ഞ്. നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുഖിപ്പിക്കാനായിട്ട് എല്ലാവരും ആര് വന്ന് എന്തോ പറഞ്ഞാലും അല്ല ബ്രദർ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാന്നറിയാമോ? ഇയാൾക്ക് ശരിക്കും സ്നേഹമില്ലാത്തതുകൊണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എല്ലാവരെയും സൂചിപ്പിക്കാൻ നോക്കുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. ഉണ്ടെന്തുവാ, ആര് വന്ന് പറഞ്ഞാലും. ഒരു സഭയിലെ 2 പക്ഷക്കാരുണ്ടായി. സഭ 2 പക്ഷക്കാർ കാണുമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ 2 പക്ഷക്കാരുണ്ടായി. 2 പക്ഷക്കാരും പാസ്റ്ററെ കാണാനായിട്ട് വന്നു. അപ്പം പാസ്റ്ററെ കാണാൻ ആദ്യത്തെ പക്ഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓരോരോ കാര്യങ്ങൾ നിരത്തി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്, അങ്ങനെയാണല്ലോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോയപ്പം മറ്റേ ഗ്രൂപ്പ് വന്നപ്പോഴും എൻ്റെ ബ്രദറെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്, വളരെ കറക്റ്റാണ് കേട്ടോ, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഇവരും പോയി കഴിഞ്ഞപ്പം ഭാര്യ വന്നിട്ട്, നിങ്ങൾ എന്തോ മനുഷ്യനാ, അവർ വന്നപ്പം പറഞ്ഞു അവർ പറഞ്ഞതാണ് ശരിയെന്ന്, ഇവർ വന്നപ്പം പറഞ്ഞു ഇവർ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾക്കൊരു അഭിപ്രായമില്ലേ? ഇയാളെന്നെ പറഞ്ഞറിയോ, നീ പറഞ്ഞത് വളരെ ശരിയാ, നീ പറഞ്ഞത് വളരെ ശരി, നീ പറഞ്ഞതാ ശരി. ആരെയും പിണക്കാത്ത കുറച്ച് പാർട്ടികളുണ്ട്. എന്തുകൊണ്ടാ? അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അതോറിറ്റിയുമായിട്ട് സംസാരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
they are not concerned about people. അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ഇഫ് യു ഹാവ് ലവ്, വേദനിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? അവരെ സത്യത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഇന്നിപ്പോൾ ആർക്കും എന്തും പറഞ്ഞിട്ട് പിന്നെയും മാറ്റി പറയാൻ. ഈയിടെ സഭയിൽ ചേർച്ചിൽ എന്തോ പ്രശ്നമുണ്ടായി. ഒരു പ്രശ്നമേ ഉള്ളല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ബ്രദറെ വാക്ക് മാറ്റി പറയല്ലോ കേട്ടോ എന്ന് മറ്റേ ആൾ പറഞ്ഞപ്പം ഞാൻ പിന്നെ എന്നാ മാറ്റാൻ, എനിക്ക് മാറാൻ പറ്റുമോ? ആകെപ്പാടെ മാറ്റാൻ പറ്റുന്നത് എന്താണ്? ഞാൻ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറഞ്ഞത് ശരിയാ, പക്ഷെ എനിക്കിപ്പം വാക്കല്ലാതെ പിന്നെന്തോ ഞാൻ മാറ്റുന്നത്? വാക്ക് മാറ്റി പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ ഇവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനോ നിങ്ങളോട് പറയുന്നത് അതോറിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കാണിക്കാൻ വേണ്ടിയല്ല, നമുക്ക് അവനോടുള്ള സ്നേഹമാണ്. മോനെ നീ കാണിക്കുന്നത് ശരിയാവില്ല എന്ന് പറയാൻ. ഒരു പത്രക്കാരൻ പയ്യൻ ഒരിക്കലും ഇങ്ങനെ മാറി പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ഒരു ചായ വാങ്ങിച്ചോട്ട് ഒരു ഹോട്ടലിൽ എത്തി പറഞ്ഞു, മോനെ ഞാൻ നിന്നെ വിളിച്ച് ഈ ചായ വാങ്ങിച്ചു തരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നീ ഇങ്ങനെ പോയാൽ സ്വർഗത്തിൽ പോകത്തില്ല, 100% പോകത്തില്ല മോനെ. അതുകൊണ്ട് നീ ചേഞ്ച് ആയാലേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞു. ഇങ്ങനെ നീ പോയാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല. അവൻ നല്ല ഇറക്കനായതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛാ പിടിച്ചു നിൽക്കണ്ടേ? ഞാൻ പറഞ്ഞു അതാ പ്രശ്നം. എന്തിനാ പിടിച്ചു നിൽക്കുന്നത്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിൽക്കുകയല്ല, അവൻ നിർത്തുകയാണ്. നീ പിടിച്ചാൽ എത്ര പിടിച്ചു നിൽക്കും? നീ ദൈവം നിർത്തണം. ഞാൻ എന്തുകൊണ്ട് അവൻ്റെ അടുത്ത് എനിക്കെന്താ പ്രശ്നം? ഞാൻ ചിന്തിക്കുന്ന നോർമൽ വേയിൽ മനുഷ്യൻ ചിന്തിക്കുന്നത്, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, അവൻ എവിടെയെങ്കിലും പോട്ടെ. ഇതാ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ ഇന്ന് ഈവൻ ശുശ്രൂഷകളുടെ കാര്യത്തിൽ എവിടെയും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടയന്മാർക്കാണെങ്കിലും ആടുകൾ നന്നാകണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. പലരുടെയും ചിന്ത, 3 കൊല്ലം എങ്ങനെയെങ്കിലും ഇവിടെ കാണാൻ ഇരിക്കണം ബ്രദറെ, അത് കഴിഞ്ഞിട്ട് അങ്ങ് പോകണം, അല്ല നമ്മൾ വന്ന് ഇവന്മാരെ നന്നാക്കാൻ ഇവന്മാർ നന്നാകും. ഞാനിത് പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഇങ്ങനെ ഇതേ വാക്കുകൾ തന്നെ പറയുന്ന ഉപദേശിമാർ ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം they don't love people. യേശു അങ്ങനല്ല. യേശുവിൻ്റെ ശിഷ്യനും അങ്ങനല്ല. കാരണം സ്നേഹമുണ്ടെങ്കിൽ ശാസനയുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ അവൻ എന്താണ്, കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ശാസനയുണ്ട്. അതിപ്പം ശാസിക്കാൻ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള അധികാരം നടത്തുന്നത് ഞാൻ പ്രസിഡന്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞോണ്ടല്ല. പ്രസിഡന്റിന്റെ അധികാരം ഒന്നുമല്ല ഈ അധികാരം. പ്രസിഡന്റ് അല്ലെങ്കിൽ മാറും, ഇല്ലേ? അതുകൊണ്ടാണല്ലോ പ്രസിഡന്റ് ആകാൻ ഇത്രയും കിടന്ന് പാടുപെടുന്നത്. കാര്യം പ്രസിഡന്റ് അല്ലെങ്കിൽ പിന്നെ അയാളെ ആർക്കും വേണ്ട, അയാളെ ആരും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, പണ്ടൊക്കെ ഉള്ള ആളുകൾക്കറിയാം, നമ്മുടെ സഭകളിലൊക്കെ പ്രായമുള്ള ചില ആളുകൾ അവർ പ്രസിഡന്റ് ആയിട്ടാണോ അവരെ നമ്മൾ അനുസരിച്ചത്? ആണോ? എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പറയും, മോനെ നിർത്തടാ അവിടെ, ഇന്നോ നിർത്തടാന്ന് പറഞ്ഞാൽ ഇയാൾ അങ്ങോട്ട് നിൽക്കുക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വന്നു, ഇല്ലേ? പണ്ട് മനുഷ്യന് എന്താണ്, പ്രായമുള്ളവരൊക്കെ നമ്മൾ അനുസരിച്ച് എന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ എന്നോട് ഇനി സംസാരിക്കരുത്, നീ നിർത്ത് എന്ന് പറഞ്ഞത് അയാൾക്ക് വേണ്ടിയല്ല, അയാൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ള ബോധ്യം. സ്നേഹത്തിലാണ് അധികാരം, അല്ലാതെ പദവിയിലല്ല അധികാരം. ഇന്നത്തെ പ്രശ്നം പദവിയിലാണ് അധികാരം. അത് ദൈവസഭയുടെ സിസ്റ്റം അല്ല. ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് എന്നെ അനുസരിക്കണമെന്ന് പറയുന്നത് ദൈവസഭയുടെ സിസ്റ്റം അല്ല. എന്നെ നീ അനുസരിക്കണമെന്ന് പറയേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അനുസരിക്കുമല്ലോ. എന്തുകൊണ്ട് അനുസരിക്കും? നമ്മൾ സ്നേഹിക്കുന്നെന്ന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുസരിക്കും, ഇല്ലേ? പക്ഷെ നമുക്കിന്ന് സ്നേഹം കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, ഈ സഭ പാസ്റ്റർക്ക് വേണ്ടിയാണോ അതോ പാസ്റ്റർ സഭയ്ക്ക് വേണ്ടിയാണോ? സഭയുടെ കാര്യം എന്തും ഇന്നിപ്പം നമ്മളെ ഒത്തിരി ശുശ്രൂഷകളും മിഷനും ഒത്തിരി ഉണ്ടല്ലോ. ഈ മിഷൻ തന്നെ നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവർക്ക് വേണ്ടിയാണോ? ഞാൻ ഒരിക്കലും ഒരു അനാഥശാല നടത്തുന്ന ഒരാളെ കണ്ടിങ്ങനെ സംസാരിച്ചതല്ല. ഞാൻ ചോദിച്ചു, നീ എവിടെ ആയിരുന്നു? നമുക്കറിയാവുന്നൊരു പയ്യനാ. അച്ഛാ ഞാൻ ഗ്രാമത്തിൽ പോയിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ഗ്രാമത്തിൽ വർക്കൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഗ്രാമത്തിൽ പോയത്? അച്ഛാ പിള്ളേരില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, എന്താ പിള്ളേരില്ല? അനാഥ പിള്ളേരില്ല അച്ഛാ. അനാഥശാല നടത്തുന്ന ആളാ. ഞാൻ പറഞ്ഞത് അത് നല്ല കാര്യമല്ലേ മോനെ, ഇന്ത്യയിൽ അനാഥ പിള്ളേരില്ലെന്നുള്ളൊരു ദിവസം കേൾക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുക. കാര്യം അനാഥ പിള്ളേരില്ല എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? പിന്നെ നമ്മളെന്തിനാ ജീവിക്കുന്നത്? അപ്പൊ അനാഥശാല പൂട്ടിയാൽ നടത്തുന്നവൻ അനാഥനായി പോകും. അതാ പ്രശ്നം. അനാഥശാല പൂട്ടിയാൽ പിള്ളേർക്കല്ല പ്രശ്നം, ആർക്കാണ്? നടത്തുന്നവൻ അനാഥനായി പോകും. അവൻ പാവമായതുകൊണ്ട് പിന്നെ നമ്മളെങ്ങനെയാ ജീവിക്കുന്നതെന്ന് ചോദിക്കാത്തവരും ജീവിക്കുന്നു അങ്ങനെയാ. ഇതാണോ മിഷൻ? ഈസ് ഇറ്റ് എ മിഷൻ? നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അവിടെ ഞാൻ പറഞ്ഞത്, അനാഥശാല നടത്തുന്നതിന് വേണ്ടിയും ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പം പലപ്പോഴും നടത്തുന്നവർക്ക് വേണ്ടിയും. അത് മിഷനല്ല, അത് ദൈവികമല്ല. നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. വി ആർ ഹിയർ ടു സ്പെൻഡ്, വി ആർ ഹിയർ ടു ലിവ് ഫോർ അതേഴ്സ്.
എനിക്കൊരു മിഷൻ ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ എപ്പോഴും ടാങ്ക എന്ന് പറയുന്നത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഞാൻ ഒരു സ്ഥലത്ത് ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കുക. ക്രൂസൈഡിൽ ഞാൻ അവിടെ ചെല്ലുന്നത് കുറച്ച് താമസിച്ചാണ് ചെല്ലുന്നത്. മീൻസ് ട്രാവൽ ചെയ്ത് ഒത്തിരി 10,200 കിലോമീറ്റർ വഴിയിൽ, നല്ല വഴിയുമല്ല, അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ക്രൂസൈഡ് തുടങ്ങി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 4 o'clock. 4 o'clock നമ്മളെ തുടങ്ങി. 4 o'clock ആയ സമയത്താണ് 4 to 7 നമ്മൾ പരസ്യം ക്രൂസൈഡ് അവിടെ വെച്ചിരിക്കുന്നത്. 4 to 7:30. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ചന്തയാ. അവിടെ ഒരു 500 മുതൽ 700 കടകളുണ്ട്. അല്ല, ഈ ചിന്തിക്കട എന്നൊക്കെ പറയുന്നത് കൊച്ചു കൊച്ചു കടകളാണ്. ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എല്ലാം വിൽക്കുന്ന കടയാണ്. അപ്പം ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തകൃതിയായ കച്ചവടമാണ്. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 7:30 ആയി. നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ കട പോലും ഇല്ല അവിടെ. കാര്യം ഇവരിതിൻ്റെ തൂണ് പോലും ഒരു ഉന്തുവണ്ടിയെ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ ഇത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. വൈകുന്നേരം 7 മണിയാകുമ്പം തൂൺ ഉൾപ്പെടെ അഴിച്ചുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടുപോകും. കാര്യം തൂൺ അവിടെ കിടന്നാലും തിരിച്ചു വരുമ്പം കാണത്തില്ല ചിലപ്പം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ, ഇത്രയും അറ്റാച്ച്മെൻറ്റ് എനിക്ക് എൻ്റെ മിഷനോടാണെങ്കിലും ഉണ്ടാകാവൂ. വൈകുന്നേരം പൂട്ടിക്കെട്ടി കൊണ്ടുപോകാവുന്ന ഒരു പെട്ടിക്കട, അതിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഒരു മിഷനോട് പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു സംഘടനയോട് അതിൽ കൂടുതൽ ബന്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തകർന്നു പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നത് സംഘടനയോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻ്റ് ആണ്. ജീസസ് മിഷൻ പൂട്ടിയാൽ ഞാനത് കരയാനൊന്നുമില്ല. ജീസസ് പൂട്ടായിരുന്നാൽ മതി. ബിക്കോസ് ഞാൻ ജീസസിൻ്റെ ആളാണ്, ജീസസ് മിഷൻ്റെ ആളൊന്നുമല്ല. എനിക്ക് അത്രയ്ക്കുള്ള ബന്ധം. ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തിയിരിക്കുന്നത് യേശുവുമായി ബന്ധപ്പെടുത്തിയാണ്. ഞാനൊരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയല്ല കർത്താവ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്. എനിക്ക് അത്രയും മതി. അപ്പോൾ എനിക്ക് ജനങ്ങളോടുള്ള സ്നേഹം, അല്ല സംഘടനയല്ല എനിക്ക് വിഷയം, എൻ്റെ വളർച്ചയല്ല, എനിക്കതൊന്നുമല്ല. എനിക്ക് എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ സത്യപതി നമ്മളെ അതല്ല. ഐ ലവ് പീപ്പിൾ, ഐ നീഡ് ടു ലവ് പീപ്പിൾ. യേശുവിൻ്റെ പ്രത്യേകത ഏതാണ്? യേശു അധികാരമുള്ളവനാണ്. അവൻ ശാസിക്കേണ്ടവനെ ശാസിക്കുന്നവനാണ്. അവന് ദേഷ്യപ്പെട്ടിട്ടല്ല, ദേഷ്യം ഉണ്ടായിട്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മർക്കോസിന് ശേഷം 1-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നു. നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവിനെ ഇഴച്ചു ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇത് പുതിയ ഉപദേശം, അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. നോക്കെ, പള്ളിയിൽ അശുദ്ധാത്മാവ്, പുറത്തല്ല, എവിടെയാണ്? പള്ളിയിൽ. അപ്പോൾ യുവമാരകത്തും കയറും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നവര്, സഭാഹോളിലിരുന്ന് ആരാധിക്കുന്നവര് എല്ലാവരും പരിശുദ്ധാത്മാവിലാണെന്നൊന്നും ചിന്തിക്കണ്ട. പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങൾ വലിയ പള്ളിയൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ സഭാഹോളിൽ വന്നിരുന്ന് ആരാധിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന എല്ലാവരും പരിശുദ്ധരാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇവൻ ഇതുവരെ ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല. യേശു വന്നപ്പം അശുദ്ധാത്മാവ് ഇളകി. എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇളകാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ സഭയിൽ യേശു ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ സഭയിലെങ്ങാണ് യേശു കയറി വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിന് ഇളകുമെന്നുള്ളത് അന്നേരം അറിയാം. ഇവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തില്ലാത്തതുകൊണ്ടാണ്? യേശു സഭയിലേക്ക് ആ രീതിയിൽ വരാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ കാര്യം, അശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അതായത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ലെന്ന് ചുരുക്കം. നമ്മുടെ സഭയിൽ യേശു ഉണ്ടെങ്കിൽ എന്തുണ്ടാകത്തില്ല? അശുദ്ധാത്മാവ് ഉണ്ടാവുകയില്ല. അശുദ്ധാത്മാവ് ഉള്ള ഒരു സ്ഥലത്തേക്ക് യേശു വരുമ്പോൾ നാച്ചുറലി അശുദ്ധാത്മാവിന് പുറത്ത് പോയാലേ പറ്റൂ. വെളിച്ചം വരുമ്പോൾ ഇരുളിന് അവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ഫാക്റ്റാണ്. ഇവനൊരു പക്ഷേ ഇന്നലെ വരെ കൊയർ ലീഡ് ചെയ്തെന്ന് ഇവനായിരിക്കും, ആർക്കറിയാം? നമുക്കറിയില്ലല്ലോ. യേശു വരുന്നത് വരെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കൊയർ ലീഡ് ചെയ്താലും അറിയത്തില്ല നമുക്ക് ചിലപ്പം അശുദ്ധാത്മാവുള്ളതാണോന്ന്. ഞാനിത് തമാശയ്ക്കൊന്നും പറയുന്നതല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ നിലയിൽ അനുഭവിക്കുമ്പോൾ മാത്രമേ അശുദ്ധാത്മാക്കൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയത്തുള്ളൂ. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ആദ്യമായിട്ട് ഒരു സഭയിൽ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ആദ്യം ഫീൽ ചെയ്തതെന്നറിയാമോ? ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന. ആ സഭ എനിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഐ ഫെൽറ്റ്, ഇത് 40 വർഷം മുമ്പിലത്തെ 1974 കാര്യമാണ് ഞാൻ പറയുന്നത്. 40 years back, the first time I went to a church, I felt I'm a sinner and all these people are saintly people and God is here. I went out. ഞാൻ പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, അങ്ങനെ ഒരു സഭ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ
40 വർഷം മുമ്പ് ഞാൻ കയറി ചെന്ന ആദ്യത്തെ സഭയിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുകയല്ലായിരുന്നു, എൻ്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഐ വെൻ്റ് ഔട്ട്. ഞാൻ ഇറങ്ങിപ്പോയി പുറത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞു. കർത്താവോട് ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ അടുപ്പം കൊണ്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് എനിക്കൊന്നും ഇതൊന്നും പറ്റില്ല, ഞാനൊരു പാപിയാ. ഇങ്ങനെ ഞാൻ പറഞ്ഞത്. അന്ന് എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ലല്ലോ. എങ്ങനെ പറയണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്കെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നുമില്ല. ഞാനൊരു പാപിയാ കർത്താവേ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഐ വാസ് ലിറ്ററലി ക്രൈയിങ്. അല്ലാതെ സങ്കടം തോന്നിയതൊന്നുമല്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ആരും കാണാതിരിക്കാനാണ് പുറത്ത് ചാടിപ്പോയത്. എനിക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല. അതാണ് ചർച്ച്. ഇന്ന് എവിടെയാ സഭ? ഒരു അശുദ്ധനോ അവിശ്വാസിയോ നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ വാസ്തവമായി ദൈവം ഇവരുടെ ഇടയിലുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സഭയാണ് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. ആ അശുദ്ധാത്മാവ് അവനെ ഇതിനകത്തെ ഒരു രസകരമായ കാര്യം, അശുദ്ധാത്മാവ് എന്തോ പറയുന്നതെന്നറിയാമോ? നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. പിശാച് എന്തോ പറഞ്ഞു? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു എന്തോ പറഞ്ഞു? മോനെ, ആ മൈക്കിങ് എടുത്തേ. എന്തോ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ കേക്കട്ടെ. എന്തോ പറഞ്ഞേ? ഞാൻ ദൈവത്തിന്റെ. ഈ ചില പാർട്ടികളൊക്കെ അശുദ്ധാത്മാവ് ബാധിച്ചവന്റെ മുഖത്തോട്ട് വായിലോട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് പുച്ഛമല്ല എന്തോ തോന്നുന്നറിയില്ല. യേശു എന്ത് ചെയ്തു? മിണ്ടരുത്. അതല്ലേ പറഞ്ഞത്? അശുദ്ധാത്മാവ് ബാധിച്ചവനെ കൊണ്ട് മൈക്കിൽ കൂടെ പറയിക്കാനാണോ വേദോസം പഠിപ്പിക്കുന്നത്? ടിവിയിലൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക്. ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഒരു പാസ്റ്റർ ഇതേപോലെ തന്നെ ഒരു അശുദ്ധാത്മാവിനെ പുറത്താക്കി, ദൈവദാസനാണ് ഇയാള്, ദൈവദാസനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ ബ്രദറെ, എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു, എന്തോ പാസ്റ്റർ ഇത്? ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. അശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം വേണോ നിങ്ങൾക്ക് നിങ്ങൾ വിശുദ്ധനാണെന്ന് തിരിച്ചറിയാൻ? നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഇസ് ടോട്ടലി അൺബിബ്ലിക്കൽ. കർത്താവ് എന്ത് ചെയ്തു? പൗലോസ് എന്താ ചെയ്തത്? സോർസറായിട്ടുള്ള ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഇതുപോലെ അവൾ പറഞ്ഞതെന്നറിയാമോ? ഇവർ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നു. എല്ലാവരും ഇത് കേട്ടേ, കണ്ടോ? ദുഷ്ടാത്മാവിന് വരെ അറിയാം ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ സുവിശേഷമെന്ന് പറഞ്ഞോ? ഇല്ല. പൗലോസ് പറഞ്ഞു മിണ്ടരുത്. പൗലോസ് മുഷിഞ്ഞ് ശാസിച്ചു. അവിടെയുള്ള ഭൂതത്തോട് പുറത്തു പോകാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്, അല്ലെങ്കിൽ യേശുവിനും യേശുവിൻ്റെ മക്കൾക്കും അവന് വേറെ ആരുടെ സാക്ഷ്യം ആവശ്യമില്ല. പിശാചിൻ്റെ സാക്ഷ്യം അവന് ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഈ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ചവനെ സൗഖ്യമാക്കിയത് കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എല്ലാം പരന്നു. എല്ലാവരും പറഞ്ഞു, കണ്ടോ യേശു ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്തത് കർത്താവ്, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കുന്ന കാര്യമാണ്. 1-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതിന്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ 32 മുതൽ ഉള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നു കൂടിയിരുന്നു. എല്ലാവരും ഇടിച്ചു തള്ളിയ ആള് എന്ത്? പള്ളിയിൽ ഭൂതം പുറത്തായി, പത്രോസിന്റെ വീട്ടിൽ അമ്മായിയമ്മ സൗഖ്യമായി. അതിൻ്റെ ജനങ്ങളുടെ റെസ്പോൺസ്, എല്ലാവരും വലിയ ക്രൗഡാണ്, ഭയങ്കര ക്രൗഡാണ്. ഇന്നും അങ്ങനെയാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ഭയങ്കര ക്രൗഡാണ്. യേശു എന്തോ ചെയ്തു? എന്നാൽ പിന്നെ നമുക്കൊരു മീറ്റിംഗ് ഒരാഴ്ചത്തെ കൂടെ അങ്ങ് നീട്ടിവെക്കാം. ഒരു വലിയ ക്രൂസൈഡ് നടക്കട്ടെ, ഒരു മെഗാ ക്രൂസൈഡ്. കാര്യം ഇത് ഭയങ്കര സക്സസ് ആണെന്ന് പറഞ്ഞ് അതാണോ കാണിക്കുന്നത്? അല്ല. എന്താ കാണുന്നത്? അവിടെ 34-ാമത്തെ നാനാവ്യാധികളാൽ വലഞ്ഞ അനേകരെ അവൻ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിവുകൊണ്ട് സംസാരിപ്പാൻ അവരെ സമ്മതിച്ചില്ല. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ജീസസ് വിഡ്രൂ. മെഗാ ചർച്ച് നടത്തുകയല്ല, മെഗാ ക്രൂസൈഡ് നടത്തുകയല്ല. അവൻ രോഗികളെ സൗഖ്യമാക്കിയ വാർത്ത കണ്ടോണ്ട് ചിലപ്പോൾ ആളുകൾ പലപ്പോഴും പറയാനുണ്ട്, ബ്രദറെ അങ്ങനെയുള്ള അത്ഭുതമൊക്കെ നടക്കണം, ആൾക്കാർ കൂടണമെങ്കിൽ. എന്തിനാ ആളെ കൂട്ടുന്നത്? ആള് കൂടിയപ്പോൾ യേശു എന്താ ചെയ്തത്? അവരെ ഇട്ടേച്ചു പോയി. രോഗസൗഖ്യം കണ്ട് വരുന്ന ആളുകളെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു? പോയി കർത്താവിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. ഓ ഗുരു, നിനക്കറിയാമോ ഇപ്പൊ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നറിയാമോ? കപർന്നൗമിൽ നിന്ന് ആൾക്കാർ വന്നു, ഗലീലയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ അടുത്ത പട്ടണങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുക. ഒത്തിരി പേര്, എത്ര പേരെ വരുന്നറിയത്തില്ല. 10 ദക്കപ്പലി നാടുകളിൽ എല്ലായിടത്തും നിന്റെ പേര് പരന്നിരിക്കുകയാണ്, ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കമോൺ, നീ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? നീ ഇവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? ശുശ്രൂഷയ്ക്കുള്ള വലിയ അവസരം കിട്ടിയിരിക്കുകയല്ലേ ബ്രദറെ, വന്നാട്ടെ. ഇത് ആൾക്കാർ പറയുന്നത്. കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അവരെയൊക്കെ പറഞ്ഞുവിട്. അതെന്താ? അവരെ നിന്റെ പ്രസംഗം കേൾക്കാനൊന്നുമല്ല വരുന്നത്, അവർ സൗഖ്യം കിട്ടാനാണ് വരുന്നത്. ഞാനും പിതാവുമായിട്ട് ഒരു ഡിസ്കഷനിലായിരുന്നു. പിതാവ് എന്നോട് പറഞ്ഞു, നീ എന്തുവാ, നിന്റെ ഡീവിയേഷൻ ഉണ്ടാകരുത് മോനെ, ചുമ്മാ രോഗികൾ സൗഖ്യമായെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നീ നടക്കരുത്. നിന്നെ ഞാൻ അയച്ചതിന് വേണ്ടിയാണ്. സകല ഊരുകളിലും പോയി എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം. പ്രഘോഷണ ശുശ്രൂഷയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. രോഗശാന്തി ശുശ്രൂഷ അല്ല ഏറ്റവും വലിയ ശുശ്രൂഷ. എന്ത് ശുശ്രൂഷയാണ് വലുത്? സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. ഇതിനായിട്ടല്ല, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എന്ത്? ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ തമ്പടിച്ച് ക്രൂസൈഡ് നടത്തി രോഗികളെ സൗഖ്യമാക്കി പറഞ്ഞു വിടാൻ വേണ്ടിയല്ല. ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രസംഗിക്കാൻ. അടുത്ത ഊരുകളിലും ഞാൻ പ്രസംഗിക്കേണ്ടതാണ്, സുവിശേഷത്തിന്റെ പ്രസംഗം. അതിനിടയ്ക്ക് ചിലപ്പോൾ ഭൂതങ്ങൾ പുറത്തായിരിക്കും. പിന്നെയും നമ്മൾ കാണുന്നുണ്ട്, അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഭൂതമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റും. അല്ലാതെ ഭൂതത്തെ പുറത്താക്കാൻ പോയതല്ല. ഭൂതമുള്ളവനെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നു. അതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ശുശ്രൂഷയും ഞാനും ചെയ്യുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാകുന്നു, ഞാൻ പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ പുറത്തു പോകുന്നു. ഇതൊന്നും വലിയ ആനക്കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 100 കണക്കിന് ആളുകൾ ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമായിട്ടുണ്ട്, 100 കണക്കിന് ഭൂതങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ കഥ ഉണ്ടാക്കിക്കൊണ്ട് എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു നടക്കാനും എന്നെ കിട്ടത്തില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. എന്ത്? എവിടെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആരൊക്കെ സൗഖ്യമായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രസംഗം. പിന്നെ യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത്, എന്നെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ, ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ കഫർന്നൗമിലായിരുന്നപ്പോൾ 7 ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ ഗലീലയിലായിരുന്നപ്പോൾ 4 ക്യാൻസർ രോഗികൾ സൗഖ്യമായെന്നല്ലോ യേശു പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തിട്ട് പോയാൽ പോലെ നീ എന്തിനാ ഇതിനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത്? എന്തിനാ ഈ വിളിച്ച് കയറ്റി സാക്ഷിയെല്ലാം പറയിക്കുന്നത്? ഗിവ് എ ക്ലാപ്പ് ഓഫറിങ് ടു ദ ലോർഡ്. എന്തോന്ന് ക്ലാപ്പ് ഓഫറിങ്? എവിടുത്തെ വാക്കാ ഇതൊക്കെ? ലോർഡിനാണോ കൊടുക്കുന്നത്? എന്തിനാണ് ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമായ ആളെ ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറ്റുന്നത്? ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചു ഒരാൾ സൗഖ്യമായി, അയാളെ എന്തിനാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറ്റുന്നത്? സ്റ്റേജിലേക്ക് കയറ്റിയിട്ട് എന്തിനാണ് ഈ കൈ കൊട്ടിക്കുന്നത്? ആർക്കായി കൈയടി? ദൈവത്തിനാണോ? നിങ്ങൾ ആത്മാർത്ഥതയോടെ ഇത് പറയുമ്പോൾ എന്തുവാ, ദൈവം ചെയ്ത മഹാത്ഭുതമേ എന്ന് ഒരു മനുഷ്യന്റെ പോലും മനസ്സിൽ പോകുന്നില്ല. ഇയാൾ ഏതാണ്ട് വലിയ ആനയാണെന്നാ എല്ലാവരുടെയും മനസ്സിൽ പോകുന്നല്ലേ? അല്ലാതെ എന്തെന്നാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡു യു തിങ്ക് ദാറ്റ് ദിസ് ഈസ് ഗോഡ്ലി, ഒരു ദൈവികമായ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇത് സ്വയം മഹത്വം എടുക്കാനായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഗിമ്മിക്സ് ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഗിവ് എ ക്ലാപ്പ് ഓഫറിങ് ടു ദ ലോർഡ്. ഇവന് കയ്യടി കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇത് പറഞ്ഞേ പറ്റൂ. വി നീഡ് ടു ടെൽ ഇറ്റ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചു ആളുകൾ സൗഖ്യമാകുന്ന പറഞ്ഞതെന്നറിയാമോ? അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചും ഭൂതങ്ങൾ പുറത്ത് പോകുന്നു പറഞ്ഞത്. ഇല്ലെങ്കിൽ യുവന്മാർ പറയുന്നറിയോ, അയാൾക്ക് ഇത് ഇല്ലാത്തത് കൊണ്ട് കൊതിക്കറുവാന്ന് പറയും. അതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് പ്രവചനപരമുണ്ട്, എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ പുറത്താകുന്നുണ്ട്. ഇതെല്ലാം കാര്യം ഞാൻ ആഫ്രിക്കയിലും ഒറീസയിലും ഞാൻ പോകുന്ന സ്ഥലത്ത് ഇതെല്ലാം ഒത്തിരി ഉള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പക്ഷെ ഞാൻ അവിടെ ചെല്ലുന്നത് അതിനല്ല. ഞാൻ ചെല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. അവിടെ രോഗിയായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഐ പ്രേ ഫോർ എനിബഡി ഹു come towards me to pray. I will do that. എനിക്ക് ആരും രോഗികളായി കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഒരുത്തനും ഭൂതഗ്രസ്തനായി കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ? എൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും സൗഖ്യമാകണമെന്ന്, എല്ലാവരും ഭൂതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന്, എല്ലാവരും നന്നായി ജീവിക്കണമെന്ന്. ഒരാൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. അവനെന്നും ജോലിയില്ലാതെ പട്ടിണി കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്നുമല്ല. പക്ഷേ എന്നെ കർത്താവ് അയച്ചിരിക്കുന്നത് ഇവിടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം കൊടുത്തേച്ച് പോകാനല്ല. ആത്യന്തികമായി ഞാൻ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ ദൈവം അയച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നെ ദൈവം അയച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ യേശു പോയ കൂട്ടത്തിൽ എന്ത് ചെയ്തു? അവൻ അവിടെ പള്ളികളിൽ ഉപദേശിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഒരു ഭൂതഗ്രസ്തനെ കണ്ടാൽ പുറത്താക്കണം, അല്ലാതെ എന്ത് ചെയ്യാനാ? യു നീഡ് ടു പ്രേ ഫോർ ഹിം.
അതിനുവേണ്ടി പ്രത്യേകിച്ച് വരദാനമുള്ളവരെന്ന് പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. എന്നാൽ ഇവിടെ പിതാവുമായുള്ള സംസർഗത്തിൽ അവൻ കർത്താവ് മനസ്സിലാക്കിയ ഒരു ഒരു കാര്യം വീണ്ടും അവൻ പോയി ഉപദേശം പ്രസംഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 1-ാം അധ്യായത്തിന് മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വേഴ്സ് 40 ഓൺവേർഡ്സ് വായിക്കുമ്പോൾ, നമ്മൾ അടുത്തതായിട്ട് കാണുന്ന ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ പ്രതിഫലനം അവന്റെ ശുശ്രൂഷയിൽ കാണുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സറിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഒരു കുഷ്ഠരോഗി അവനെ കാണാനായിട്ട് വന്നു. അവൻ്റെ അടുത്ത് ഒത്തിരി പേര് സൗഖ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും സൗഖ്യമാക്കിയത് ഒരേ രീതിയിലല്ല. എല്ലാവരെയും സൗഖ്യമാക്കുന്നത് ഒരേ രീതിയിലാകണമെന്ന് നിർബന്ധവുമില്ല. അതിൻ്റെ പേരിൽ ആരും വഴക്കമുണ്ടാക്കണ്ട. പ്രൊഫസർ മാത്യു തോമസ് പറഞ്ഞ ഒരു സ്റ്റോറി ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. യേശു 2 അന്ധന്മാരായ ആളുകളെ പല സ്ഥലത്തായിട്ട് സൗഖ്യമാക്കി. ഒരുത്തൻ മറ്റവനെ കണ്ടപ്പോൾ ചോദിച്ചു, നീ അന്ധനായിരുന്നല്ലോ. അതെ. ആരാ നിന്നെ സൗഖ്യമാക്കി? യേശു. ഞാനും അന്ധനായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കി. നിന്നെ എങ്ങനെ സൗഖ്യമാക്കിയത്? എന്നെ പറഞ്ഞു. യേശു പറഞ്ഞു സൗഖ്യമാകാന്ന്. ഞാൻ സൗഖ്യമായി. മറ്റേ പുള്ളി പറഞ്ഞു, അത് നടക്കത്തില്ല. നിന്നെ സൗഖ്യമാക്കണമെങ്കിൽ ആദ്യം കർത്താവ് നിലത്ത് തുപ്പണം, എന്നിട്ട് ചേറ് കുഴയ്ക്കണം, എന്നിട്ട് നിന്നെ കണ്ണി പുരട്ടണം, എന്നിട്ട് ശിലോഹാം കുളത്തിൽ പോയി കഴുകണം, എന്നാലേ സൗഖ്യമാകുകയുള്ളൂ. മറ്റേത് വേറെ ആരുടെ സൗഖ്യമാക്കിയത്? അതൊന്നും യേശു സൗഖ്യമാക്കിയതല്ല. യേശു സൗഖ്യമാക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. മറ്റോ പറഞ്ഞു അങ്ങനൊന്നുമല്ല, സൗഖ്യമാകാ എന്ന് പറഞ്ഞു. അവൻ്റെ ഒരു വാക്ക് മതി, റീമ. അങ്ങനെ 2 പെന്തിക്കോസ് ഉണ്ടായി, റീമ പെന്തിക്കോസും ബെഥസ്ദ പെന്തിക്കോസും. എന്തൊക്കെയാ കർത്താവ് അവൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളെന്തിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, ഇല്ലേ? ഇവിടെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ എന്നാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? കുഷ്ഠരോഗിയെ അവൻ സൗഖ്യമാകാ എന്ന് പറയുകയല്ല, അവനെ തൊട്ട് സൗഖ്യമാക്കി. എന്തുകൊണ്ടാ? മറ്റൊന്നുമല്ല, കുഷ്ഠരോഗിയെ തൊടുവാനായിട്ട് നോർമലി ഒരു മനുഷ്യൻ തയ്യാറാകത്തില്ല. കാര്യം തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനായിത്തീരും. അതാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത്. മതം പഠിപ്പിച്ചിരിക്കുന്നത് നീ തൊട്ടാൽ നീ അശുദ്ധമാകുമെന്നാണ്. അശുദ്ധിയുള്ളത് തൊട്ടാൽ നീ അശുദ്ധനാകും. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഒരു അശുദ്ധനെ തൊട്ടപ്പോൾ അവൻ വിശുദ്ധനായി തീർന്നു, അല്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു. റൈറ്റ്, ദാറ്റ് ഈസ് ദെയർ. പക്ഷെ കർത്താവ് ആ സ്പർശിച്ചതിനകത്ത് മറ്റൊരു കാരണമുണ്ട്. എന്തുകൊണ്ട്? ക്രിസോസ്റ്റം മെത്രാച്ചൻ പറഞ്ഞത്, കർത്താവ് കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ തൊട്ട് സൗഖ്യമാക്കി. ഞാൻ അടുത്തേ സൗഖ്യമാക്കിയിട്ടേ തൊടത്തുള്ളായിരുന്നു. ആദ്യമൊക്കെ സൗഖ്യമാക്കും, പിന്നെ നമുക്ക് തൊടാൻ പേടിയാണ്, മടിയാണ്, ഇല്ലേ? അവൻ പറയുന്നത്, കർത്താവ് പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അവൻ പറയുന്ന വാക്കതാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, യെസ്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. അവനെ സ്പർശിച്ചു. സ്പർശനവും സൗഖ്യവും ഒരുമിച്ച് കൊടുക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. യേശു സൗഖ്യം മാത്രമല്ല കൊടുക്കുന്നത്, സ്പർശനം. കാരണം അവന് ആവശ്യമുള്ളത് സ്പർശനമാണ്. അവന് സൗഖ്യം ആവശ്യമുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ സൗഖ്യമാക്കാൻ തയ്യാറുള്ളവർ പോലും അവനെ തൊടാൻ പലപ്പോഴും തയ്യാറാവുകയില്ല. ഈ സമൂഹത്തിൽ യേശുവിൻ്റെ സ്നേഹം നമ്മിലൂടെ ഒഴുകുകയാണെങ്കിൽ നമ്മൾ സ്പർശിക്കേണ്ടതായ നമ്മുടെ ഒരു സ്പർശനം കൊതിക്കുന്ന അനേകരുണ്ട്. അതാണ് ശുശ്രൂഷ. അവനെ തൊടുന്ന, അവന് ആ ഇംപേഴ്സൺ. ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം എവിടെയും എന്താണ്? മോർ ഇംപേഴ്സണലായിട്ട് വരികയാണ്. ഡീലിങ്സ് എല്ലാം ഇംപേഴ്സണലാണ്. പണ്ടാണെങ്കിൽ ബാങ്കിൽ പോയി മാനേജറെ കണ്ട് നമ്മൾ പൈസ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒന്ന് കാണുകയും ചിരിക്കുകയും എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പം മാനേജറെയും കാണണ്ട, ആരെയും കാണണ്ട, നമ്മൾ പോയി ATM മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നു, പൈസ ഇടുന്നു, മൊബൈൽ ബില്ല് അടയ്ക്കുന്നു. ഇന്നെല്ലാം മെഷീൻസ് ആണ്. ഇന്നൊരു മെഷീൻ, മോർ ആൻഡ് മോർ മെഷീൻസ് ആണ്, മോർ ആൻഡ് മോർ മെഷീൻസ്. അതുകൊണ്ട് എന്താ, ഒരു പേഴ്സണൽ ടച്ച് ശുശ്രൂഷയിൽ പോലും ഇല്ല. ശുശ്രൂഷയിൽ പോലും ഈ പുറം രാജ്യങ്ങളിൽ, പല അഡ്വാൻസ് രാജ്യങ്ങളിലും ഞാൻ നടന്ന ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റാമ്പ്, പോസ്റ്റ് ഓഫീസിലെ സ്റ്റാമ്പ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റാമ്പ് കിട്ടും. ഇപ്പം ഇവിടെയും അറിയണോ എക്സാക്ട്ലി ഇവിടെ വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ വന്ന് കാണത്തില്ല. പക്ഷെ നമുക്കിപ്പം എന്തുവാ, ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ നമ്മളിപ്പം പോയി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മെഷീൻസ് ആണല്ലോ. ഇപ്പം പിന്നെ പോസ്റ്റ് ഓഫീസ് ഒന്നും അത്ര വലിയ ഇതല്ലാത്തതുകൊണ്ട്. പക്ഷേ മറ്റേ നടന്ന ഒരു സ്റ്റോറിയാണ്. പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ സ്റ്റാമ്പ് കിട്ടുന്ന മെഷീൻസ് ഉണ്ട്. നിങ്ങൾ യു പുട്ട് യുവർ മണി ആൻഡ് യു വിൽ ഗെറ്റ് ദ സ്റ്റാമ്പ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ലോങ് ക്യൂവിൽ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ നിൽക്കുകയാണ്. അപ്പം കൂടെ നിന്ന് ആളുകൾ പറഞ്ഞു, മാമ വൈ യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ ക്യൂ, ദർ ഇസ് നോ നീഡ്. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് സ്റ്റാമ്പ് വാങ്ങിക്കാനാ മോനെ. ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഈ ക്യൂവിൽ നിൽക്കേണ്ട കാര്യമില്ല. ആ മെഷീനിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാമ്പ് കിട്ടും.
എന്നെ സ്ത്രീ പറഞ്ഞറിയാം, പക്ഷേ മെഷീൻ എന്നോട് എൻ്റെ ആർത്രൈറ്റിസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കത്തില്ലല്ലോ. ലോക്കൽ പോസ്റ്റ് ഓഫീസാ, മെഷീൻ എന്ത് ചെയ്യത്തില്ല, എൻ്റെ ആർത്രൈറ്റിസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കത്തില്ലല്ലോ. മെഷീൻ പല ഗുണമുണ്ടെങ്കിലും മെഷീൻ നമ്മളോട് ഷുഗർ എത്ര ഉണ്ടെന്ന് ചോദിക്കത്തില്ല, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കാലുവേദന എന്ന് ചോദിക്കുകയില്ല. ഇന്ന് അതിനൊന്നുള്ള ഒരു മറ്റേ അങ്ങനെയല്ലല്ലോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ചെറിയ പ്രായം മുതൽ ബാങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്കിലെ മാനേജർ എല്ലാവരുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ആണ്. എല്ലാവരുമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ പോസ്റ്റ് മാസ്റ്ററുമായിട്ട്, ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിലെ ആൾക്കാരുമായിട്ട്, ഒരു കടയിൽ ചെന്നൊരു സാധനം ഇന്നിപ്പോൾ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കാൻ പോലും എന്താണ് നമ്മൾ വാസ്തവത്തിൽ അയാൾ നോക്കത്തോലും ഇല്ലാത്ത ഒരു പേഴ്സണൽ ആയിട്ടുള്ള യാതൊരു അറ്റൻഷനും. എന്തെങ്കിലും പേഴ്സണൽ അറ്റൻഷൻ കാണിച്ചാൽ അവൻ ഭയങ്കര ബിസിനസ്സിലാണ് അത് കാണിക്കുന്നത്, ഇല്ലേ? അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. മറ്റേതുള്ള ഞങ്ങളല്ല, റിലേഷനാണ്. ഇന്ന് റിലേഷൻ എവിടെ, ഒരു സ്പർശനം എവിടെ? ശുശ്രൂഷകന്മാരും ഭയങ്കര മെക്കാനിക്കലായി വന്നിരിക്കുകയാണ്. ഒരു പേഴ്സണൽ അറ്റൻഷൻ ആർക്കും കൊടുക്കുന്നില്ല, ആർക്കും കിട്ടുന്നില്ല, സംസാരമില്ല. എല്ലാം യൂട്ടിലിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനം പോലെ ചേർച്ചായി വന്നിരിക്കുകയാണ്. ഇതൊരു മെഷീൻ വേൾഡാണ്. ബാങ്കിൽ പോകേണ്ട, ഓൺലൈൻ ബാങ്കിങ് ഇപ്പോഴത്തെ ഏറ്റവും പ്രത്യേകതയാണ്. ATM മെഷീനിൽ പോലും പോകണ്ട. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ നമ്മളുടെ മിഷനിലാണെങ്കിലും എല്ലാ മാസവും ഈ ആളുകൾക്കൊക്കെ പണം വാങ്ങിക്കാൻ ജെസി, അയ്യോ എൻ്റെ ദൈവമേ, എല്ലാവരുടെയും പേരിൽ DD എടുത്ത് രജിസ്റ്റർ ചെയ്ത് അയച്ച് അതിൻ്റെ ഇത് നോക്കി അതുകൊണ്ട് എന്താണെന്നറിയാം, പോസ്റ്റ് ഓഫീസിലുള്ളവരുമായിട്ട് ഭയങ്കര ക്ലോസാ, ബാങ്കിലുള്ളവരുമായിട്ട് ഭയങ്കര ക്ലോസാ. കാര്യം കയ്യിലുള്ള കാശ് മുഴുവൻ വാരിക്കോരി തൂത്തുവാരി. ഞങ്ങളുടെ കൊച്ചു ചെറുതായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ആരാണ്ട് വന്നിട്ട് ചോദിച്ചു, മോളെ മമ്മി എത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബാങ്കിൽ പോയി. എന്തിനാണ് ഈ ബാങ്കിൽ പോയത്? തൂത്തുവാരാൻ പോയതാന്ന്. എന്നിട്ട് തൂത്തുവാരാൻ പോയോ? എന്നറിയാമോ, തിരിച്ചു വന്ന് ഇവള് പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാം തൂത്തുവാരി അയച്ചെന്ന്. മിഷണറിമാർക്ക് കയ്യിലുണ്ടായിരുന്നതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും അയച്ചു എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുമല്ലോ. തൂത്തുവാരി അയച്ചു. അപ്പൊ കൊച്ചി ചിന്തിച്ചത് അമ്മയുടെ ജോലി എന്തോ ബാങ്കിൽ തൂത്തുവാരാൻ പോയെന്നാണെന്ന്. കൊച്ചല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാമ്പ് വിൽക്കുന്നിടത്തും രജിസ്റ്റർ ചെയ്യുന്നിടത്തും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നിടത്തും എല്ലായിടത്തും എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഓൺലൈനിലെല്ലാം മണി ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാങ്കിൽ പോകേണ്ട, ഓൺലൈൻ ഇതാണ്. സർക്കാർ ഓഫീസിൽ പോകേണ്ട, പൈസ അടയ്ക്കേണ്ടത് നമ്മളിപ്പോൾ ടെലിഫോൺ ബിൽ അടയ്ക്കുന്നു, കറണ്ട് അടയ്ച്ച് വി ആർ ഡൂയിങ് ഇറ്റ് ഓൺലൈൻ, റൈറ്റ്? അതുപോലെ സ്കൂളിൽ പോകേണ്ട ഓൺലൈൻ സ്റ്റഡീസ് ആണ്. സ്കൂളിൽ പോകണ്ടല്ലോ, ഓഫീസിൽ പോകേണ്ട, ഓൺലൈൻ ജോലി ചെയ്താൽ മതി, വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി. IT ഫീൽഡിലൊക്കെ ഇപ്പം നോർമലി വി ഡോണ്ട് ഗോ ടു ദി ഓഫീസ്. നമുക്ക് വി ക്യാൻ ഒരു ശരിക്കും നല്ലൊരു ശതമാനം ആളുകളും എന്ത് ചെയ്യുന്നില്ല, വീട്ടിലിരുന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓഫീസിൽ പോകണ്ട, ചർച്ചിൽ പോകണ്ട, ഓൺലൈൻ സഭയുണ്ട്. ഈ ചർച്ച് ഓൺലൈൻ സഭയുണ്ട്. പക്ഷേ ഇവിടെ എങ്ങും ഷുഗർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ആരുമില്ല. ഷുഗർ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കാൻ കാര്യം, ഒരു പേഴ്സണൽ ടച്ച്, ഒരു പേഴ്സണലായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരാളില്ല. പക്ഷെ യേശു അങ്ങനല്ല. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാകാന്ന് പറഞ്ഞാൽ അവൻ സൗഖ്യമായനേയും ഇല്ലേ? പക്ഷെ അവൻ തൊട്ട് സൗഖ്യമാക്കി. വി നീഡ് പീപ്പിൾ ഹു ആസ്ക് അസ് സംതിങ്, ടോക്ക്. വി ഡു നോട്ട് ഹാവ് എ പേഴ്സൺ. നമുക്കിന്ന് ഇല്ലാത്തതാണ്, നമ്മളോട് സംസാരിക്കാൻ ഒരാളില്ല, സംഭാഷണമില്ലാത്ത ഒരു ലോകമാണ്. അതിങ്ങനെ ടെക്നോളജിയുടെ ഓരോ ഡെവലപ്മെന്റ് വരുമ്പോഴും എനിക്ക് പേടിയാണ്. റേഡിയോ വന്നപ്പോൾ നമ്മുടെ ചെവി അടഞ്ഞുപോയി. കാര്യം പിന്നെ സംസാരിച്ചാലും നമ്മൾ റേഡിയോ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിലെ കാര്യമാണ്. ഞങ്ങളുടെ ഈ വലിയ വാൽവ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ കാര്യമാണ്. അന്നൊന്നും ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് തന്നെ വന്ന് വരുന്നതേ ഉള്ളൂ. പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്, 10-40 വർഷം മുമ്പത്തെ കാര്യം, അല്ലെങ്കിൽ 50 വർഷത്തിന് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. വാൽവ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് പാട്ടുമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ സംസാരം കുറഞ്ഞു, വീട്ടിലെ സംസാരം കുറഞ്ഞു. മറ്റേ പിള്ളേരെ കൊണ്ടൊക്കെ പാട്ട് പാടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അന്ന് റേഡിയോ ഒരു വലിയൊരു സംഭവമല്ലേ. 50 വർഷം മുമ്പ് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ റേഡിയോ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം. എല്ലാ വീട്ടിലൊന്നും ഇല്ല. അത് കേൾക്കാൻ വേണ്ടി അയൽവക്കത്തുകാരെല്ലാം വരും. അങ്ങനത്തെ ഒരു കാലം. അതോടെ റേഡിയോ വന്നതോടുകൂടെ നമ്മുടെ ചെവി പോയി. എന്നാലും പാട്ട് കേട്ടോണ്ട് എന്തെങ്കിലും പണിയെടുക്കാമായിരുന്നു. പക്ഷെ ടെലിവിഷൻ വന്നതുപോലെ നമ്മുടെ കണ്ണും പോയി. പിന്നെ കാണാൻ പോലും കാണത്തുമില്ല, കേൾക്കത്തും ഇല്ലാത്ത ഒരു സ്റ്റേജായി. മനുഷ്യനെ തളച്ചിടുന്ന ഒരു സ്റ്റേജ്. റേഡിയോ എവിടെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാം. പക്ഷെ ടെലിവിഷൻ വന്നു കഴിഞ്ഞതോടുകൂടെ അങ്ങോട്ടേക്കുള്ള നടക്കാൻ പോലും പറ്റാതെ നമ്മളിങ്ങനെ കണ്ണും തുറച്ചിങ്ങനെ ഇരിക്കുകയല്ലേ. ഇന്റർനെറ്റ് വന്നതോടുകൂടെ നമ്മുടെ ചെവിയും പോയി, കണ്ണും പോയി, നമ്മുടെ മനസ്സും പോയി. കണ്ണും ചെവിയും എല്ലാം പോയി. മൊബൈൽ ഫോൺ വന്നതോടെ മറ്റൊരു പ്രശ്നം ഉണ്ടായി. ഈ കുന്ത്രാണ്ടം എല്ലാം ഉണ്ടായപ്പോഴും കരണ്ട് പോയാലെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ മൊബൈൽ ഫോൺ വന്നതോടുകൂടെ കരണ്ട് പോയാൽ പോലും ഇനി ഇരുന്നുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ.
ഒരു ഭക്ഷണമേശയുടെ മുമ്പിൽ പോലും മനുഷ്യൻ വർത്തമാനം പറയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോഴത്തെ പിള്ളേർ കഴിക്കാനിരിക്കുന്നത് ഇങ്ങനെ കുത്തിക്കൊണ്ടാണ്. ഇടയ്ക്ക് ഒരെണ്ണം എടുക്കുക, എന്തോ തിന്നുന്നത് പോലും നോക്കാതെ അവൻ്റെ കണ്ണുമുന്നിൽ എവിടെയാണ്. എന്ത് ലോകമാണിത്? ഭക്ഷണമേശയിൽ പോലും സംസാരമില്ല. ഒരു മെഷീൻ ലോകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ നമ്മളിലൂടെ ഒഴുകുന്നുവെങ്കിൽ ഈ മെഷീൻ്റെ ലോകത്ത് നമ്മളൊരു മോചനം പ്രാപിച്ചിട്ട് മനുഷ്യനോട് സംസാരിക്കാൻ പഠിക്കണം. ലുക്ക് ടു പീപ്പിൾ, അവരെ ഒന്ന് കാണ്, ടോക്ക് ടു പീപ്പിൾ. അവരുടെ ഷോൾഡേഴ്സിൽ ഒന്ന് കൈയിട്, നിങ്ങളൊന്ന് സംസാരിക്കുക, ഒന്ന് പാറ്റ് ചെയ്യുക. കുഞ്ഞെ, മോനെ എന്ന് വിളിക്കേണ്ടത് അല്ലെങ്കിൽ അമ്മച്ചി എന്ന് വിളിക്കേണ്ട ആളുകളെ നിങ്ങളൊന്ന് വിളിക്ക്, നിങ്ങളൊന്ന് സംസാരിക്ക്. എന്താ യങ്സ്റ്റേഴ്സ്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അവൻ്റെ ഒരു ലോകമല്ലാതെ വേറൊരു ലോകമില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവൻ്റെ ഒരു ലോകമല്ലാതെ വേറൊരു ലോകമില്ല. പിള്ളേർക്ക് ഞാൻ ചിലപ്പോൾ പറയും, രണ്ട് കാര്യങ്ങളാണ് സിറ്റികളിൽ നഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, പിള്ളേർക്ക് നഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക്. ഒന്ന് ബ്രസ്റ്റ് മിൽക്ക്, മുലപ്പാൽ, അതില്ലല്ലോ. രണ്ട് വല്യമ്മച്ചിമാർ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ യങ് പിള്ളേർക്ക് നഷ്ടപ്പെട്ടത്, ചെറുപ്പക്കാർക്ക്. അതുകൊണ്ട് സംസാരമില്ലാത്ത ലോകത്തിലേക്കാണ് പിള്ളേരെ തള്ളിവിട്ടിരിക്കുന്നത്. പണ്ട് പാല് കൊടുക്കുമ്പോഴെങ്കിലും ഒരു പാട്ട് പാടിയോ ദാനിയേലിൻ്റെ സിംഹക്കുഴി വീണ കഥ പറഞ്ഞോ ഒക്കെ ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, പാല് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ക്രിസ്ത്യൻ പാട്ട് പാടിയായിരുന്നു. ഇന്ന് അതില്ലല്ലോ. വീഡിയോ ഗെയിമും കൊടുത്ത് അല്ലെങ്കിൽ ടെലിവിഷൻ്റെ മുമ്പിലോട്ട് കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തേച്ച് നേരെ കുപ്പിപ്പാലും കൊടുത്തിട്ട് കഥ ഉടച്ചേച്ച് നിങ്ങളുടെ പണിക്ക് പോകില്ലേ? ഐ എം നോട്ട് ജോക്കിങ്. ഇതൊന്നും അത്ര ചില്ലറ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ പിള്ളേർ നടക്കുന്നത് ഇങ്ങനെ കാര്യം, കാർട്ടൂണിൽ കാണുന്ന മെഷീൻ നടക്കുന്നത് പോലെ പിള്ളേർ നടക്കുന്നത്. എവിടെ പോയി അവസാനിക്കും ഇതൊക്കെ? അവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ ആ യേശുവിൻ്റെ ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രായമുള്ളവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ നോക്ക്, ഒന്ന് സംസാരിക്കാൻ. അവർക്ക് നമുക്ക് വേണ്ടി എന്തുമാത്രം സമയം തന്നതാ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു പയ്യനല്ല, 32 വയസ്സുണ്ട്. അവൻ ഓഫീസിലോട്ട് പോകാൻ ഓടി ഇറങ്ങി ഷൂവിൻ്റെ ലേസ് കെട്ടാൻ നേരം മുന്നിലിരുന്ന ബെഞ്ചിലിരുന്നിട്ട് അവൻ്റെ അപ്പൻ ചോദിച്ചു, മോനെ ആ മരത്തെ ഇരിക്കുന്നത് പ്രാവാന്നോടാ അതോ കാക്കയാണോ? എന്തേലും ആയിരിക്കും, നീ ഒന്ന് നോക്കിക്കേടാ. അത് കാക്കയാ. കാക്ക അങ്ങനല്ലോടാ, അത് പ്രാവാന്നോടാ. പാപ്പ, പ്രാവാണോ കാക്കയാണോ? ഇപ്പൊ ഇത്ര വലിയ കാര്യം, അതെന്തേലും ആയിക്കോട്ടെ, എനിക്ക് സമയമുണ്ടെന്ന്. ഉടനെ അപ്പൻ പറഞ്ഞു, മോനെ നിനക്ക് 3 വയസ്സുള്ളപ്പം ഈ ബെഞ്ചെ നീ ഇരുന്നോണ്ട് ഈ കിളി എന്താ വന്നതിനോട് 30 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 30 പ്രാവശ്യവും ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം 3 പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇത് മനുഷ്യന്റെ പ്രശ്നമാണ്. കർത്താവിൻ്റെ നമ്മളിലൂടെ ഒഴുകുന്നത് കർത്താവിൻ്റെ സ്നേഹമാണെങ്കിൽ വി നീഡ് ടു ടോക്ക് ടു പീപ്പിൾ, വി നീഡ് ടു ടച്ച് പീപ്പിൾ. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ സംസർഗം, ആ സ്പർശനം, ഒരുപക്ഷെ ഒരു ടെലിഫോൺ കോൾ ആയിരിക്കാം, കുഞ്ഞെന്നുള്ളൊരു വിളിയായിരിക്കാം, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നൊരു വാക്കായിരിക്കാം. ഇതൊക്കെ കേൾക്കാനില്ല ഇന്ന് ആർക്കും സമയം. ഒരു ഹൗസ് വിസിറ്റ് ചെയ്യുന്ന പാസ്റ്റേഴ്സ് പോലും മെക്കാനിക്കലായിട്ട് അവർ ചിന്തിക്കുന്ന, ഈ ആഴ്ച പോയില്ലെങ്കിൽ ഇനിയിപ്പം അയാൾ അടുത്ത ആഴ്ച വന്നില്ലെങ്കിലോ എന്നാണ്. നമ്മളും അങ്ങനെ ചിന്തിക്കുന്ന പാസ്റ്റേഴ്സിന്, അയാളെന്തോ കഴിഞ്ഞ ആഴ്ച എന്നെ ഒന്ന് കാണാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ, എല്ലായിടത്തും അയാൾക്ക് നടക്കാമല്ലോ, എൻ്റെ വീട്ടിലെന്താ വരാത്തത്? കാര്യം റിലേഷനില്ല. എവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതരാകുന്നത്? സ്നേഹമുണ്ടെങ്കിൽ സംസാരിക്കണം, സ്നേഹമുണ്ടെങ്കിൽ സ്പർശിക്കണം, സ്നേഹമുണ്ടെങ്കിൽ ആളുകളോട് ഇടപെടണം. അല്ലാതെ മെഷീൻസ് ആകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ആവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, ഞാനതിനെ നമ്മുടെ ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുകയാണ്. എവിടെയാണ് യേശുവിൻ്റെ സ്നേഹം? യേശു തൻ്റെ ശുശ്രൂഷകൾ, അവൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമായിരുന്നു, അവൻ്റെ ശുശ്രൂഷ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് പെട്ടെന്ന് ഞാൻ പറയുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം അവിടെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ആളുകൾ ചെയ്തതായ ആ പ്രവൃത്തി, ഒരു വലിയൊരു പ്രവൃത്തി അവർ ചെയ്തത്. അതായത് കഫർനഹൂമിലെ വീട്, ഞാനതിനെക്കുറിച്ചുള്ള ഈ ആർക്കിയോളജി പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര വലിയ വീടുകളൊന്നും കഫർനഹൂമിലില്ല. നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിൽ കണ്ടെടുത്തിട്ടുള്ള ഏറ്റവും വലിയ വീടിന് പോലും 18 അടി നീളമൊക്കെ ഉള്ളൂ. ഏറ്റവും വലിയ റൂമിന് പോലും, വീടല്ല ഞാൻ പറഞ്ഞ റൂമിന് പോലും. അപ്പം ഒരു വീട്ടിൽ അത്ര
പട്ടണം മുഴുവനൊന്നും വന്ന് കയറാനുള്ള സ്ഥലമൊന്നുമില്ല. പക്ഷെ ഉണ്ടായിരുന്നവരെല്ലാം കൂടെ അങ്ങ് ഇടിച്ച് കുത്തി നിൽക്കുന്നത് കൊണ്ട് അകത്തേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് സ്റ്റോറി അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷപാത രോഗിയും കൊണ്ട് 4 പേര് ചുമന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഈട്ടിക്കട്ടലും കൊണ്ട് വന്നെന്നൊന്നും ചിന്തിക്കണം. അന്ന് കിടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായെന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ അന്നത്തെ കവർന്നഭൂമിയിലെ വീടുകളുടെ എക്സ്കവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മിക്ക വീടുകൾക്കും പുറത്തൂടുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസിലൂടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അത് തടികൾ അടുക്കിയിട്ട് ഈ പശമണ്ണിട്ട് അവർ ഇത് ചെയ്യുകയാണ്. എന്താണ്, അങ്ങനെയാണ് അവർ ടെറസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ടെറസുകളുടെ മുകളിലാണ് ഇവർ ജങ്കെല്ലാം കൂട്ടിയിടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു കോമൺ കാര്യമാണ്. എന്നാൽ ഈ മനുഷ്യനെ നമ്മൾ അതായത് ഈ വീട്ടുകാരനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവൻ്റെ വീട് പൊളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവനെ താഴോട്ട് ഇറക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ യേശുവിനെ വീട്ടിൽ കയറ്റിയാൽ വലിയ വീട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഉള്ള വീടൂടെ പൊളിഞ്ഞെന്നും ഇരിക്കും. അപ്പം നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ പ്രസംഗം അനുസരിച്ച് നീ യേശുവിനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ വീട് വലുതാകും, ചിലപ്പോൾ വീട് പൊളിഞ്ഞെന്നും ഇരിക്കും. അപ്പം അതാരും പറയത്തുമില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു? അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ മുമ്പിൽ ഇവർ എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ടുവന്നത്? പക്ഷപാതക്കാരനെ കൊണ്ടുവന്നതിനാണ് അവന് സൗഖ്യം കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ കാര്യത്തിലൊന്നുമല്ല. പക്ഷേ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു സൗഖ്യമാക്കുക അല്ല ചെയ്യുന്നത്. മകനെ നിന്റെ പാപങ്ങൾ, അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ രോഗം സൗഖ്യമാക്കുന്നതിന് മുമ്പേ തന്നെ അവനോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു. എന്താ, അവൻ പക്ഷപാത രോഗിയാണെന്നുള്ളത് ഒരു വിസിബിൾ റിയാലിറ്റിയാണ്. പക്ഷെ അവൻ പാപിയാണെന്നുള്ളത് ഒരു ഇൻവിസിബിൾ റിയാലിറ്റിയാണ്. നമ്മുടെയൊക്കെ പ്രശ്നം ഈ വിസിബിൾ റിയാലിറ്റീസ് മാത്രമേ നമ്മളെ ബാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ രോഗികളായവർ വന്നാട്ടെ എന്ന് ക്രൂസൈഡുകാരൻ പെട്ടെന്ന് വിളിക്കുന്നത്. എന്നാൽ പാപികളായവർ വന്നാട്ടെന്ന് ആരും പറയുന്നില്ല. ഇനി പാപം ഈ കർത്താവ് സൗഖ്യമാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇന്നർ റിയാലിറ്റീസ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്ത്, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതോ അതോ നീ കിടക്കെടുത്ത് നടക്കാൻ പറയുന്നത് ഏതാണ് എളുപ്പം? ഏതാണ് എളുപ്പമെന്ന് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയും പാപം മോചിക്കുന്നതാണോ വലിയ കാര്യം, ഇവിടെ പക്ഷപാത രോഗി എണീറ്റ് നടക്കുന്നതല്ലേ വലിയ കാര്യം എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണല്ലോ പാപം മോചിച്ചവന് സാക്ഷ്യം പറയാൻ അവസരമില്ല, പാപം മോചിക്കപ്പെട്ടവന്. പക്ഷേ ചൊറിച്ചിൽ മാറിയാലോ പല്ലുവേദന മാറിയാലോ അതിന് സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. നമ്മുടെ ചിന്ത പല്ലുവേദന മാറുന്നതോ ക്യാൻസർ മാറുന്നതോ ഒക്കെയാണ് വലിയ കാര്യമെന്ന കാര്യം. എന്ന് കഴിഞ്ഞാൽ എന്താണ് വലുതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് ഇല്ല. എൻ്റെ മകളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം ഓസ്റ്റിയോപൊറോസിസ്, ബോൺസ് പൊടിയുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മമ്മി എൻ്റെ മദർ മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ടെറസിൻ്റെ മുകളിൽ ഒന്ന് തിരിഞ്ഞതാണ്, കാല് ട്വിസ്റ്റായി അങ്ങ് ഒടിഞ്ഞു. ഇത് പിന്നെ ശരിയാകുന്ന കാര്യം ഭയങ്കര. അപ്പം സ്റ്റീൽ റോഡ് ഇട്ടിട്ട് ഇത് ശരിയാക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ക്യാൻസറിൻ്റെ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസറിൻ്റെ കാര്യത്തിന് വേണ്ടി ഗംഗ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ക്യാൻസറിൻ്റെ കാര്യത്തിന് വേണ്ടി സർജറി കഴിഞ്ഞിട്ട് റേഡിയേഷൻ കഴിഞ്ഞു, കീമോ എടുത്തു, എല്ലാം കഴിഞ്ഞു. പിന്നെ കാണുമ്പോഴൊക്കെ ഡോക്ടർ ഗംഗാരൻ ഇടയ്ക്ക് ചോദിക്കും, അമ്മച്ചി എങ്ങനെയുണ്ട്? എൻ്റെ ഡോക്ടറെ ഈ കാലിൻ്റെ വേദന അതുകൊണ്ട് മാറുന്നില്ല കേട്ടോ, ആ സ്റ്റീൽ ഇട്ടിടത്ത് ഭയങ്കര വേദനയാണ്. ക്യാൻസറിനെ കുറിച്ച് അമ്മച്ചി ഒരു കാര്യം പോലും മിണ്ടിട്ടില്ല. കാര്യം ക്യാൻസർ അമ്മച്ചിക്ക് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല. അമ്മച്ചിക്ക് ഫീൽ ചെയ്യുന്നത് എന്തേ ഉള്ളൂ, കാലിൻ്റെ വേദന. ഇതായിരുന്നു മനുഷ്യൻ്റെ പ്രശ്നം. ക്യാൻസറിനേക്കാൾ വലുതാണ് മനുഷ്യന് കാലിൻ്റെ വേദന എന്ന് പറയുന്നത് പോലെ അകം മുഴുവൻ പിശാച് കയറി ദ്രവിപ്പിച്ച് കളഞ്ഞിട്ടും അതിനേക്കാൾ വലുതാണ് തലവേദന എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഏതാണ് വലുത്, ഏതാണ് പ്രശ്നം? അവൻ്റെ ഉള്ളിലെ പ്രോബ്ലംസ് മനസ്സിലാക്കണം. അവൻ മറ്റേത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ക്യാൻസർ രോഗിയുടെ പ്രശ്നം, അവന് കാലിന് വേദന ഉണ്ടെങ്കിൽ ഒരു പെയിൻ കില്ലർ കൊടുക്കണം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ പെയിൻ കില്ലറും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്, ക്യാൻസർ രോഗം അവിടെ ഇരിക്കുകയുമാണ്. പെയിൻ കില്ലർ കൊടുത്ത് വിടുന്നത് പോലെ നമ്മൾ കുറച്ച് രോഗത്തിൻ്റെ കാര്യവും കടത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞു വെച്ച് we are leaving the real problem of man. What is it? It is sin. കർത്താവ് അങ്ങനെയല്ല. കർത്താവ് അവനോട് പറയാണ്, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അത് നമ്മൾ അല്ലെങ്കിൽ പുറമെ ഒരാൾക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്.
അപ്പം ഞാൻ മപ്പൂട്ടോയിലായിരുന്ന സമയത്ത് പ്രാവശ്യം എനിക്ക് ക്രിയാറ്റിൻ കൂടുതലാണ്, അങ്ങനെ എൻ്റെ കിഡ്നി ഫങ്ഷൻ പ്രശ്നം ഉണ്ടായി. എന്നിട്ട് ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടുത്തെ ഹോസ്പിറ്റൽസ് അല്ലേ, അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ അവരോട് ഒന്നാമതേ പറഞ്ഞു, നിങ്ങൾ കാണുന്നത് പോലെ വോമിറ്റിങ് മാത്രമല്ല എൻ്റെ പ്രശ്നം, എനിക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരിക്കാം, അതായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് ഡോക്ടേഴ്സ് അത് ഡയഗ്നോസ് ചെയ്തോ, അല്ലെങ്കിൽ അത് അവർ പെട്ടെന്ന് നോക്കി. ഇല്ലെങ്കിൽ എന്താ പറയാമോ, അവർ ഛർദ്ദിൽ മാറാൻ മരുന്ന് തന്നുവിടും. ഇതേപോലെ തന്നെയാണ് ഇന്ന് ക്രൂസൈഡുകാരൻ്റെ അടുത്ത് മനുഷ്യൻ വരുമ്പോഴത്തേക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിടുന്നത്. എനിക്ക് അവൻ്റെ പാപത്തെ ആരും മോചിച്ചു കൊടുക്കും. അതിനെക്കുറിച്ച് അതാണ് കർത്താവിന് വേണമെങ്കിൽ അവൻ്റെ ഇറ്റ് വാസ് ഈസി. കർത്താവ് പറഞ്ഞതാണ്, നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈസി തിങ്. അതിന് ഒരു വാക്ക് മതി, രോഗസൗഖ്യത്തിന് ഒരു വാക്ക് മതി. പക്ഷെ പാപം മോചിക്കാൻ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവത്തിനല്ലാതെ വേറെ ആർക്കാണ് പാപം മോചിക്കാൻ കഴിയുന്നത്? അത് കറക്റ്റ് ചോദ്യമാണ്. വേറെ ആർക്കും പറ്റില്ല. എന്തുകൊണ്ടാണ് യേശുവിനെ പാപം മോചിക്കാൻ കഴിയുന്നത്? അവൻ ദൈവമായതുകൊണ്ട്, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. ആൻഡ് ഹി സെയ്സ്, മനുഷ്യപുത്രന് ലോകത്തിൽ പാപങ്ങളെ മോചിക്കുവാൻ അതിനുള്ള അവകാശമുണ്ടെന്ന് തെളിയിക്കേണ്ടത്. അവൻ പറഞ്ഞു, ഓക്കെ, നിന്റെ കിടക്കെടുത്ത് നടക്കുക. അതാണ് ഇവന് മനസ്സിലാകുന്നത്. അവന് ലോക്കലി അവന് മനസ്സിലാകുന്ന കാര്യം അതാണ്. പക്ഷേ വെൻ ഹി വാസ് എ സൺ ഓഫ് മാൻ, ഹി വാസ് ഓൾസോ ദ സൺ ഓഫ് ഗാഡ്. അതാണ് കർത്താവ് പറയുന്നത്. മനുഷ്യപുത്രനാണ് ഞാനിപ്പോൾ, പക്ഷെ ഞാൻ ദൈവവുമാണ്. അതുകൊണ്ട് ഞാൻ ദൈവമാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. ഹി ഈസ് ഗാഡ് ആൻഡ് ഹി ഈസ് സൺ ഓഫ് മാൻ. ഞാൻ പറഞ്ഞല്ലോ, സ്നാനത്തിൽ എന്താ അവൻ എടുക്കുന്ന തീരുമാനം? ഐ ആം ദ സൺ ഓഫ് ഗാഡ്, ബട്ട് ഐ ഹാവ് ഡിസൈഡഡ് ടു ബിക്കം ദ സൺ ഓഫ് മാൻ. ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ദൈവമാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ മനുഷ്യപുത്രനാകുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതെന്നറിയാമോ? അവൻ പിന്നെയും കടൽക്കര ചെന്ന് പുരുഷാരമൊക്കെ അവന്റെ അടുക്കൽ വന്നു, അവൻ അവരെ ഉപദേശിച്ചു. അഗെയിൻ ഹി ഈസ് കമ്മിങ് ബാക്ക് ടു വാട്ട്? പ്രീച്ചിങ്ങിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ അവന് ലേവിയെ വിളിക്കുന്നു. അവന്റെ വീട്ടിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അവന്റെ കൂട്ടുകാരെ എല്ലാം അവൻ വിളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ, അല്ലെങ്കിൽ അവിടെ 15-ാമത്തെ വാക്യത്തിൽ, അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അവനെ അനുഗമിച്ചവർ അനേകരായിരുന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട്, ഇവൻ ചുങ്കക്കാരോടും പാപികളോടും തിന്നു കുടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. കർത്താവ് പറയാണ്, ദീനക്കാർക്കല്ലാതെ. അവിടെ ആരെയാണ് ദീനക്കാരെന്ന് പറയുന്നത്? പാപികളായ ആളുകളെ. സോ റിയൽ സിക്നെസ് എന്ന് പറയുന്നത് പാപമാണ്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലെന്ന് കർത്താവ് പറയുന്നത് എവിടെയാണ്? ദ റിയൽ സിക്നസ് ഈസ് സിൻ. കാര്യം ഇവരൊക്കെ ആരാണ്? നിങ്ങൾ പറയുന്നത് ഇവർ ചുങ്കക്കാരും പാപികളുമാണെന്ന്. യെസ്, അവർ ചുങ്കക്കാരും പാപികളാണ്. അവർക്ക് തന്നെ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പൊ അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയാണ്, അതാണ് യഥാർത്ഥ ദീനം, അതാണ് യഥാർത്ഥ അസുഖം എന്നാണ് പറയുന്നത്. ഫൈനലി നമ്മൾ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറയാണ്, യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്ക പതിവായിരുന്നു. അവർ വന്ന് അവനോട്, യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്താ എന്ന് ചോദിച്ചു. യേശു അവരോട്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കുന്ന കാലത്തോളം അവർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. പഴയ വസ്ത്രത്തിൽ കോടിത്തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തലേറ്റവും വല്ലാതെയാകും. ആരും പുതിയ വീഞ്ഞ പഴയ തുരുത്തിയിൽ പകർന്നു വെക്കാറുമില്ല. വെച്ചാൽ പുതുവീഞ്ഞ തുരുത്തിയെ പൊളിക്കും, വീഞ്ഞൊഴുകി പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ എത്ര പകർന്നു വെക്കേണ്ടത്? നോക്കുക, ഇവിടെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞാൽ ഇതാണ്, ഇവിടെ കർത്താവ് ഈ ഭാഗത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷന് ഒരു പുതിയ മാനം കൊടുക്കുകയാണ്. അതായത് ഒരു പുതിയ റിലേഷൻ. പഴയ നിയമത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അവർ ദൈവത്തെ വിളിച്ചിരുന്നത് എന്താണ്? അഡോണായി. ദാറ്റ് മീൻസ് യജമാനനെ എന്നാ വിളിച്ചത്. യെസ്, അത് ശരിയല്ലെന്ന് ചോദിച്ചാൽ ശരിയാണ്. എന്നാൽ അതുകൊണ്ടെന്താണെന്നറിയാമോ? ഈ ദൈവത്തിന്റെ അടുത്തോട്ട് അടുക്കാൻ പോലും അവർക്ക് പേടിയായിരുന്നു. എത്ര അടുപ്പമുള്ളവർക്ക്. നമ്മൾ ജനസിസ് ചാപ്റ്റർ 18 സോദോം ഗോമോറയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സമയത്ത് അബ്രഹാം കർത്താവിനോട് ചോദിക്കുന്നു, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ നീതിമാന്മാർ നിമിത്തം ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കത്തില്ലേ? കർത്താവ് പറഞ്ഞില്ല, ഞാൻ നശിപ്പിക്കത്തില്ല.
5 പേര് കുറഞ്ഞു പോയാലൊന്ന് ചോദിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അബ്രഹാം അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ലോർഡ് ഹൂ ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ യു? ഐ എം ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ആഷ്. പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്റെ സന്നിധി നിൽക്കാൻ തയ്യാറായല്ലോ. 5 പേര് കുറഞ്ഞു പോയാൽ ഇന്റർസീഡ് ചെയ്യാൻ പോലും ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി നിൽക്കാൻ മനസ്സിൽ ധൈര്യമില്ലാതിരുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ കാണുന്നത്. ആരാണെന്ന് ആലോചിക്കണം. അരമണിക്കൂർ മുമ്പ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ്. എന്നിട്ട് പോലും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ അത്രയ്ക്കും റെവറൻസ്. ആ റെവറൻസ് നമുക്ക് വേണം ദൈവവുമായിട്ട്. ഇന്ന് ആ റെവറൻസ് ആണ് വാസ്തവത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്ത എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഹി ഈസ് സൺ ഓഫ് ഗോഡ്. അതാണ് തുടക്കം. പക്ഷേ ആ സൺ ഓഫ് ഗോഡ്, പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ളവനായ ദൈവം, അവൻ്റെ മുമ്പിൽ ഭയത്തോടും വിറയലോടും കൂടെ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതേസമയം ആ ഭയത്തോടും വിറയലോടും അതിൽ നിന്നും മാറാതെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെയ്യാനുള്ള ഫ്രീഡം കർത്താവ് തരുന്നത് റിലേഷനിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ടാണ്. അവിടെ എന്താണ്? യേശു പഠിപ്പിച്ചു, അവൻ യജമാനനാണ്, പക്ഷെ അവൻ നിന്റെ പിതാവുമാണ്. യജമാനനാണ്, എന്നാൽ അതേസമയം അവൻ നിന്റെ പിതാവുമാണ്. അത് തന്നെയല്ല, അവൻ നിന്റെ സ്നേഹിതനാണ്. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് പറയാണ്, ഓൾസോ ഹി ഈസ് യുവർ ബ്രൈഡ് ഗ്രൂം. അവൻ നിന്റെ മണവാളനുമാണ്. യു അണ്ടർസ്റ്റാൻഡ്? ആ റിലേഷനിലെ ആ താഴോട്ടുള്ള വ്യത്യാസം, അതായത് നമുക്ക് റെവറൻസ് വേണം, അതേസമയം ഫ്രീഡവും വേണം. യജമാനനോട് നമുക്ക് റെവറൻസ് ഉണ്ട്, പക്ഷെ പിതാവിനോട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മണവാളന്റെ കാര്യത്തിൽ നമുക്കൊരു സെലിബ്രേഷനാണ്. മണവാളനും മണവാട്ടിയും എന്താണ്? ദേ ആർ സെലിബ്രേറ്റിംഗ് ലൈഫ്. ഒരു ലോങ് ഫേസ് വെച്ചുകൊണ്ടൊന്നും അല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടത്. വെൻ യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ബി ഫ്രീ ആൻഡ് സെലിബ്രേറ്റ് യുവർ റിലേഷൻ. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ ഉണ്ട്. ഐ വിൽ ടെൽ അബൌട്ട് അവരുടെ ആ ശബത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് യേശുവിനെ അറിയുമ്പോഴുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം. സ്വാതന്ത്ര്യം, പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നുമല്ല, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. ഒന്ന്, പഴയ നിയമത്തിൽ ആ കർത്താവിന്റെ തേജസ് കാണണമെന്ന് മോശ പുറപ്പാട് 33 അധ്യായത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, എന്റെ തേജസ് കണ്ടാൽ പിന്നെ നിനക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റില് യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നപ്പോഴത്തേക്ക് അവന്റെ തേജസ് ഞങ്ങൾ പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ പാർക്കുന്ന ദൈവം ഒരു മാനുഷിക ശരീരത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ അടുത്ത് നിന്നപ്പോഴാണ് നമുക്ക് അവന്റെ തേജസ് കാണാനായിട്ട് നമ്മൾ കഴിയുന്നത്. എന്നാൽ അവനോടുള്ള അടുപ്പം വന്ന ശിഷ്യന്മാര് അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ഇപ്പൊ കടലിന് മീതെ നടക്കുന്ന യേശുവിനെ കണ്ടിട്ട് പത്രോസ് പറയുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, അത് നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാനൊന്ന് കൽപ്പിക്ക്. അവൻ പറയുന്നത്, എനിക്ക് ആകപ്പാടെ ഒരു സംശയമുള്ളത് നീ ആണോ എന്നുള്ളതാ. നീ ആണെങ്കിൽ എനിക്ക് പിന്നെ ഒരു പേടിയില്ല. ആ പേടി ഉണ്ടാകാൻ പാടില്ല. അതാണ് കറക്റ്റായിട്ടുള്ള ആ റിലേഷൻ കൊണ്ടാണ്. ആ റിലേഷൻ നമുക്കുണ്ടോ? യേശുവിൻ്റെ അടുത്തുള്ള ഫ്രീഡം. യേശു ദൈവപുത്രനാണ്, അവനെ വണങ്ങി നമസ്കരിക്കുക. എന്നാൽ അതേസമയം അവൻ മണവാളനാണ്, അവനെ നമ്മൾ എന്ത് ചെയ്യണം? അത് സെലിബ്രേറ്റ് ചെയ്യണം. ഹി ഈസ് മൈ ബ്രൈഡ് ഗ്രൂം ആൻഡ് ഐ എം ഹിസ് ബ്രൈഡ്. ആ ഒരു റിലേഷൻ, അതാണ് വാസ്തവത്തിൽ കാതലായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന റിലേഷൻ. ആ റിലേഷൻ അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും സ്വാതന്ത്ര്യവും സന്തോഷവും സൗഖ്യവും എല്ലാം അനുഭവിക്കുന്നത്. ആത്മമണവാളൻ, അവൻ എൻ്റെ ആത്മമണവാളനാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ വന്നത് ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. എന്നാൽ യേശു വന്നത് ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല, ദൈവം തന്നെ ഇറങ്ങി വരികയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. യോഹന്നാൻ മണവാളന്റെ സ്നേഹിതനായിരുന്നു, സ്നേഹിതൻ. പക്ഷെ അവൻ മണവാളനല്ലായിരുന്നു. മണവാളൻ ഒരുവൻ മാത്രം. നമ്മൾ പാട്ട് പാടുമ്പോൾ എന്താണ്? മണവാളൻ ഒരുവൻ മാത്രം. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ റിലേഷനിലെ വളർച്ച. റിലേഷൻ, അവൻ യജമാനനാണ്, അവൻ പിതാവാണ്, അവൻ സ്നേഹിതനാണ്, അവൻ മണവാളനാണ്, ഞാൻ അവൻ്റെ മണവാട്ടിയാണ്. ഈ റിലേഷൻ വർദ്ധിക്കുന്നെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല. റിലേഷൻ മാറുന്നില്ല. പക്ഷെ റിലേഷൻ മാറുന്നില്ലെങ്കിലും റിലേഷൻ ഞാൻ തിരിച്ചറിയുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ഒരു യജമാനൻ എന്ന നിലയിൽ ഭീതിയോടുകൂടെ മാത്രമേ ആളുകൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ തിരിച്ചറിയുന്നു, അവൻ എൻ്റെ ആത്മ മണവാളനാണെന്നുള്ളത്. അത് റിലേഷനും ദൈവത്തിനും വ്യത്യാസം ഉണ്ടാകുന്നില്ല, റിലേഷനിലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. ദൈവത്തിന് വ്യത്യാസം ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ തിരിച്ചറിയുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ അതിന് പറയാനായിട്ട് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, ഒരു കുഞ്ഞ്, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപ്പനും അമ്മയും ഒക്കെ അതിനെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരും എടുക്കുന്നുണ്ട്. ആരെടുത്താലും കൊച്ചിന് മിക്കവാറും ഒക്കെ ഒരുപോലെ ഉള്ളൂ. എക്സെപ്റ്റ് അമ്മ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പാല് കിട്ടുന്നുണ്ട് അറിയാമായിരിക്കും. അല്ല, ഇത് അമ്മയാണ്, ഇത് അപ്പനാണ് എന്നൊക്കെ കൊച്ചിനറിയാമോ? ഒന്നും അറിയത്തില്ല. കുറേ കഴിയുമ്പോഴാണ്
കുഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതെൻ്റെ അപ്പനാണ്, ഇതെൻ്റെ അമ്മയാണ്. ഇതൊക്കെ ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമാണ് ഈ റിലേഷനൊക്കെ കൊച്ചിന് ബോധ്യപ്പെട്ട് വരുന്നത്. ശരിയല്ലേ? പക്ഷെ അന്നേരമാണോ അപ്പനാകുന്നത്? അല്ല. റിലേഷൻ കൊച്ചിന് ബോധ്യമാകുമ്പോഴല്ലല്ലോ അപ്പനാകുന്നതാണോ? എന്നും അപ്പനായിരുന്നു. പക്ഷെ ആ റിലേഷൻ ബോധ്യമാകുമ്പോൾ കൊച്ചിന് മനസ്സിലായി, ഹി ഈസ് ഡിഫറെന്റ്, ഐ ക്യാൻ ഗോ ടു ഹിം, ഹി ഈസ് മൈ ഫാദർ, ഐ ക്യാൻ ആസ്ക് എനിത്തിങ്, ഇല്ലേ? എന്നതുപോലെ യേശുവിനെ നമ്മുടെ ആത്മ മണവാളനായി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ അവൻ സഹായകനാണ്, രക്ഷകനാണ്, അവൻ വിടുവിക്കുന്നവനുമാണ്. മിസ്രൈമിൽ നിന്ന് അവനെ വിടുവിച്ചതാണ്. അവൻ യുദ്ധം ചെയ്യുന്നവനാണ്, അവൻ യജമാനനാണ്. എന്നാൽ യേശു പറഞ്ഞു അവൻ യജമാനനാണ്, എന്നാൽ അതേ സമയം അവൻ പിതാവുമാണ്. കോൾ ഹിം ഫാദർ, ഗോ ടു ഹിം. നിങ്ങൾക്ക് അടുത്ത് ചെല്ലാം, നിങ്ങൾക്ക് അവൻ്റെ കയ്യിൽ പിടിക്കാം. നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഞാൻ കൊണ്ടുപോകാം. റോമൻസ് ചാപ്റ്റർ 5:1 നമ്മൾ 2 നമ്മൾ കാണുന്നത്, നാം ഇപ്പോൾ നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മുഖാന്തരം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വി ഗോട്ട് ആക്സസ്. കർത്താവ് പറഞ്ഞു പഴയ നിയമത്തിൽ മാറി നിന്നല്ലോ നിങ്ങൾ, കുഴപ്പമില്ല, നിങ്ങൾക്ക് അത്രേ അറിയത്തുള്ളായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഞാൻ വന്നല്ലോ. നിങ്ങൾക്ക് പോകണോ യേശുവിൻ്റെ അടുത്തോട്ട്? കമോൺ, നിങ്ങൾക്ക് പോകണോ ദൈവത്തിൻ്റെ പിതാവിൻ്റെ അടുത്തോട്ട്? ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കയ്യിലേക്ക് എൻ്റെ കൈ കൊണ്ട് പിടിപ്പിക്കുന്ന ആ റിക്കൺസിലിയേഷൻ്റെ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ ചെയ്ത വ്യക്തിയാണ് യേശു കർത്താവ്. അവൻ ക്രൂസിൽ അവൻ എൻ്റെ ശത്രുത്വം ഇല്ലാതാക്കി, അവൻ എൻ്റെ മണവാളനായി തീർന്നു. മണവാളൻ ഈസ് മൈ ബ്രൈഡ് ഗ്രൂം. ആ ബന്ധം, ആ റിലേഷൻ യഹൂദന്മാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം. അവരെ സംബന്ധിച്ചിടത്തോളം ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുഖം വീർപ്പിച്ചിരിക്കണം, മിണ്ടരുത്, അനങ്ങരുത്, ലോങ് ഫേസ്ഡ് ആയിട്ടിരിക്കുന്നത്. വിലാപവുമായി ബന്ധപ്പെടുത്തി മാത്രമേ അവർ ഉപവാസത്തെ കണ്ടിരുന്നുള്ളൂ. കാര്യം ഈ ഉപവാസം തന്നെ കോമൺ ആകുന്നത്, ഇസ്രായേൽ മക്കളുടെ ഇടയ്ക്ക് കോമൺ ആകുന്നത് അവർ ശത്രുക്കളുടെ കയ്യിലുണ്ടായിരുന്ന സമയത്താണ്. ഈ ഫാസ്റ്റിങ് പോലും കോമൺ ആകുന്നത് ബാബിലോണിൽ വെച്ചാണ്. ശരിക്കും അതിനു മുമ്പൊന്നും ഈ ഉപവാസം എന്ന് പറയുന്നത് ഒരു കോമൺ കാര്യമായിരുന്നില്ല. പക്ഷെ ബാബിലോണിൽ അവർ പ്രവാസത്തിൽ പോയതിനു ശേഷമാണ് അവർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് തുടങ്ങുന്നത്. എന്നാൽ ഇന്റർ ടെസ്റ്റമെന്റൽ പീരിയഡിൽ, പ്രത്യേകിച്ച് സിറിയയുടെ കീഴിൽ അവരായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് പരീശന്മാരൊക്കെ ആഴ്ചയിൽ ഒരു വട്ടം ഉപവസിച്ചാൽ മതി, ചില പാർട്ടികൾ 2 വട്ടം ഉപവസിച്ച്, അങ്ങനെ ഉപവാസത്തെ അവർ ഏതാണ്ട് വിലാപമായിട്ട് കരച്ചിലായിട്ടൊക്കെ കണ്ടു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. ഉപവാസം എന്ന് പറയുന്നത് എന്താ? മണവാളൻ കൂടെ ഉള്ളപ്പോൾ അവർക്ക്, തോഴ്മക്കാർക്ക്, അവർക്ക് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. അവർക്കൊരു സെലിബ്രേഷനാണ്. ശബത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പണിയെടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ പണിയെടുക്കരുതെന്നുള്ള ഐഡിൽ സ്റ്റേജ്. പക്ഷെ കർത്താവ് പറഞ്ഞു ഇതൊരു ആഘോഷമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് പല മെസ്സേജസിനകത്ത് ഞാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ മണവാളന് ഒരുമിച്ചുള്ള ഒരു ആഘോഷമാണ്. അത് ഈ പഴയ റിലീജിയന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം അത് സ്ട്രെച്ച് ചെയ്യത്തില്ല. റിലീജിയന്റെ പ്രശ്നം അത് കത്തോലിക്ക മതമാണെങ്കിലും പെന്തിക്കോസ്ത് മതമാണെങ്കിലും സ്ട്രെച്ച് ചെയ്യത്തില്ല. ഈ പഴയ തുണിക്കഷണം, തുണി കീറലുണ്ടായി കഴിഞ്ഞാൽ ആരും അത് പുതിയ കോടിത്തുണിക്കണ്ടം എന്ന് പറയുന്നത് പുതിയ തുണി വെച്ചിട്ട്, ഇപ്പം പണ്ട് പാച്ചസ് ഒക്കെ, പണ്ട് തുടങ്ങി കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു കീറലുണ്ടായി കഴിഞ്ഞാൽ ഒരു പാച്ച് വെക്കും. ഇപ്പം അതിനല്ല, ഫാഷന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, പാച്ച് വെക്കുന്നത്. അതിനെ തുണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പം പഴയ തുണി കീറിയാൽ പാച്ച് വെക്കുന്നത് പഴയ തുണി കൊണ്ടേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തുണി വെച്ച് കഴിഞ്ഞിട്ട് നനയ്ക്കുമ്പോഴത്തേക്ക് പുതിയ തുണി സ്ട്രെച്ചബിൾ ആണ്. അതെന്ത് ചെയ്യും? അത് വലിയും. പഴയത് ഇനിയിപ്പം സ്ട്രെച്ച് ചെയ്യത്തൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം അത് ഓൾറെഡി എന്താണ്, അങ്ങ് ചതഞ്ഞ സാധനമാണ്. അത് നനച്ച് അതുകൊണ്ട് എന്താ പറ്റുമെന്നറിയാമോ? ഈ പുതിയ തുണി ചുരുങ്ങും. പുതിയ തുണിയിൽ എന്താണ്, വെള്ളം, പുതിയ തുണിയിലേക്ക് വെള്ളം വീഴുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അത് എന്താണ്, ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങുന്നെങ്കിൽ മറ്റേത് ചുരുങ്ങാതെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ തയ്ച്ചു വെച്ചതുകൂടെ കീറൽ ഏറ്റവും വലുതാകും. കാര്യം പുതിയ തുണിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, പഴയ തുണിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പുതിയ തുരുത്തിക്കും അത് തന്നെയാണ്, റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവാണ്. അത് വികസിക്കും. വൈൻ ഫെർമേറ്റ് ചെയ്താൽ അതെന്ത് ചെയ്യും? വികസിക്കും. മറ്റേ പഴയ തുരുത്തിയാണെങ്കിൽ ഓൾറെഡി അത് വികസിച്ച് കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ എന്തോ ചെന്നാലും ഇതൊന്നും ഇതിന് എഫക്റ്റ് ഉണ്ടാക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിനകത്തെ പ്രത്യേകത. എന്തൊക്കെ പറഞ്ഞാലും ഇതിനെന്തുണ്ടാകത്തില്ല, ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് യേശു എന്ന് പറയുന്ന ആ പുതിയ വീഞ്ഞ് പകരാൻ തക്കവണ്ണം, ആ മണവാളന്റെ ആഘോഷം ഒന്ന് ഏറ്റെടുക്കാൻ തക്കവണ്ണമുള്ള കപ്പാസിറ്റി പഴയ റിലീജിയന് ഇല്ല. ഇന്നത്തെയും പ്രശ്നം ഇതാണ്. എന്തോ പറഞ്ഞാലും ഒരു ഗുണവുമില്ല, സ്ട്രെച്ച് ചെയ്യത്തില്ല. ഞാൻ ശരിയല്ലേ പറയുന്നത്?
യേശുവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആർക്കാണ് ഇതൊക്കെ ഏൽക്കുന്നത്? എവിടെ നമുക്ക് വരണം? ഞായറാഴ്ച വരണം, പാട്ട് പാടണം, പോകണം, സ്വത്രാഴ്ച ഇടണം, കഴിഞ്ഞ ആഴ്ച എനിക്ക് നല്ലവനും വല്ലവനും ആയിരുന്നു എന്ന് പറയണം. അല്ല, നല്ലവനും എന്തോ പറയുന്നത് പോലും അറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണം, വീട്ടിൽ പോകണം, വഴക്കുണ്ടാക്കണം. അല്ല, എന്തോന്ന് ഭർത്താവുമായിട്ടും വഴക്കുണ്ടാക്കും, ഭാര്യയുമായിട്ടും വഴക്കുണ്ടാക്കും. ഈ സഭായോഗത്തിന് വന്ന് കയറിയിരിക്കുന്നതല്ലാതെ എന്തോ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഒരു വ്യത്യാസമുണ്ടാകാത്ത തലത്തിലേക്ക് ഇന്നത്തെ റിലീജിയൻ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് യേശു മണവാളനാണെന്ന് പറഞ്ഞാലൊന്നും ഇതൊന്നും ബാധിക്കത്തില്ല. അവരെ സന്തോഷിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതും ഈ പൈസായുടെ കിലുക്കമേ ഉള്ളൂ. യേശു എൻ്റെ ആത്മ മണവാളൻ എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് നടക്കാനൊന്നും ഇവർക്കൊന്നും അറിയത്തില്ല. ഇന്നത്തെ പെന്തിക്കോസുകാർക്ക് അറിയത്തില്ല യേശുവിനെ കെട്ടിപ്പിടിച്ച് നടക്കാൻ. യേശു ഒന്നിച്ചുള്ള ആ ആത്മ മണവാളെന്നുള്ള ആ തിരിച്ചറിവില് അവൻ്റെ പാറ്റിങ്, എൻ്റെ ഷോൾഡേഴ്സിൽ അവനൊന്ന് പാറ്റ് ചെയ്യുന്നു. യേശു ചെയ്യുന്ന കാര്യമൊന്നും ഇന്നത്തെ മനുഷ്യരോട് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. കാര്യം അവർ സ്ട്രെച്ച് ചെയ്യത്തില്ല. കർത്താവ് പറഞ്ഞു, റിലേഷൻ ഈസ് ഡിഫറൻറ്റ്. നിങ്ങൾ പണ്ട് മനസ്സിലാക്കിയതുപോലെയല്ല. ഐ ആം യുവർ ബ്രൈഡ് ഗ്രൂം. നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം, ഒന്ന് ആഘോഷിക്കാം, ആ ബന്ധം ഒന്ന് ആഘോഷിക്കാം. ഞാൻ പറയട്ടെ, അതാ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. യേശു വന്നു കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തിലുണ്ടായിരുന്നത് പോലെയല്ല. അവനൊരു പുതിയ ബന്ധത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെയുള്ള ബന്ധം? ആഴമായ സ്നേഹത്തിൻ്റെ ബന്ധം. അതാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ ശുശ്രൂഷയിലെ ആഴമായ സ്നേഹത്തിൻ്റെ ബന്ധം. ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള റിലേഷനേക്കാൾ വലുതായിട്ട് എന്ത് കാണിക്കാനാ യേശുവിൻ്റെ സ്നേഹത്തെ ഒന്ന് പ്രകാശിപ്പിക്കാനായിട്ട്? മനസ്സിലായല്ലോ സ്നേഹത്തെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗാഡ് ഈസ് ലവ്. യേശു സ്നേഹമാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ സ്നേഹമാണ്. അവൻ്റെ ശുശ്രൂഷയിൽ അവൻ സ്നേഹമാണ്. അവൻ്റെ റിലേഷനിൽ അവൻ സ്നേഹമാണ്. ഇതിനപ്പുറത്ത് ഏതാ ബന്ധം? എന്തൊരു സ്നേഹം! ഹി ഈസ് മൈ ബ്രൈഡ് ഗ്രൂം. പ്രിയമുള്ളവരെ, നമ്മൾ ആഘോഷിക്കുന്നുണ്ടോ? കർത്താവും ഒരുമിച്ചുള്ള ജീവിതം ആഘോഷിക്കുന്നുണ്ടോ? വിശുദ്ധി എനിക്ക് എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. എസ്.കെ. ഫ്രാൻസിസ് പണ്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത്, എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. ഒരു വിശുദ്ധ ജീവിതം, ഇറ്റ്സ് എ ജോളി ലൈഫ്. ഒരു ജോളി ലൈഫ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ സന്തോഷം കർത്താവ് വല്ലതും തരുമ്പോഴാ, അല്ലാതെപ്പോഴാ? കർത്താവിൽ ആനന്ദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, നീ തരുന്നതിൽ ആനന്ദിക്കാനല്ല, നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യേശു ഒരുമിച്ചുള്ള ആ ഒരു വലിയ ആഘോഷത്തിൻ്റെ ജീവിതം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുകയാണ്. ബട്ട് ഐ ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു സേ, the love of Jesus constraineth me. When I understand the love of Jesus in his life and in his ministry, അവൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇൻകാർണേഷൻ തൊട്ട് എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഔട്ട് ഓഫ് വേൾഡ് കൈൻഡ് ഓഫ് ലവ്, ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. അത് ഞാൻ തിരിച്ചറിയുന്നത് അവൻ്റെ റിലേഷനിലാണ്, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ശുശ്രൂഷയിൽ, അവൻ്റെ റിലേഷനിൽ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മളോട് തന്നെ ചോദിക്കാം, യേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു നമ്മൾ പറയുന്നു. പക്ഷെ ആ സ്നേഹം എന്താണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ നിർബന്ധിക്കുന്നത്? ആ സ്നേഹം എന്നിൽ ഒഴുകുന്നുണ്ടോ? അവൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അവൻ്റെ ഇൻകാർണേഷൻ, ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. കയറണം. ആരുടെ തലയെ ചവിട്ടിയാണെങ്കിലും എൻ്റെ തല മോള് നിൽക്കണം, ആരുടെ പെടലിക്ക് ചവിട്ടിയാണെങ്കിലും എൻ്റെ തല മോള് നിൽക്കണമെന്നുള്ള ഈ കോമ്പറ്റീവ് ലോകത്തിൽ, ശുശ്രൂഷകർ പോലും കോമ്പീറ്റ് ചെയ്യുന്നതായ ഒരു ലോകത്തിൽ, വിശ്വാസികൾ ആ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൻ്റെ അടിമകളായിരിക്കുന്ന ഈ കാലയളവിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, കർത്താവേ, നിൻ്റെ സ്നേഹം എന്നിൽ ഒഴുകട്ടെ. നീ സ്നേഹിച്ചപ്പോൾ നീ കൊടുത്തു. ഞാൻ സ്നേഹിക്കുന്നു, ഞാനും കൊടുക്കുകയാണ്. നീ സ്നേഹിച്ചപ്പോൾ നീ നിന്നെ തന്നെ കൊടുത്തു. പിതാവ് ലോകത്തെ സ്നേഹിച്ചപ്പോൾ അവൻ്റെ പുത്രനെ കൊടുത്തു. യേശു ലോകത്തെ സ്നേഹിച്ചപ്പോൾ അവൻ്റെ ജീവനെ കൊടുത്തു. ഞാനും സ്നേഹിക്കുക കർത്താവേ, ആ സ്നേഹം എന്നിൽ ഒഴുകട്ടെ, ഞാനും കൊടുക്കാം എന്നെത്ര പേര് പറയും? എനിക്ക് എന്നെ കൊടുക്കണം, എനിക്ക് എന്നെ മറ്റുള്ളവർക്ക് കൊടുക്കണം, എനിക്ക് എൻ്റെ ജീവനെ, എൻ്റെ പണത്തെ, എൻ്റെ ധനത്തെ, എൻ്റെ ജീവിതത്തെ, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്ക് കൊടുക്കണം. അപ്പോൾ മാത്രമേ എൻ്റെ സ്നേഹം പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമാണ്. പക്ഷേ ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി തന്നെ അല്ല. എത്ര പേര് ഹൃദയത്തിൽ പറയും, കർത്താവേ, എനിക്ക് വേണ്ടി തന്നെ ഞാൻ ഇനി ജീവിക്കത്തില്ല, ഞാൻ ഇനി ജീവിക്കുന്നത് നിനക്ക് വേണ്ടി ആയിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കും. നീ എങ്ങനെ ജീവിച്ചോ അങ്ങനെ എനിക്ക് ജീവിക്കണം. നിന്റെ സ്നേഹം എന്നിൽ ഒഴുക്കിത്തരണം. നീ എന്നെ സ്നേഹിച്ചു, നീ ഇറങ്ങി വന്നു നമുക്ക് വേണ്ടി. അല്ലാതെ
അവൻ ഒരിക്കലും ഒരു അസറ്റിക് ആയതുകൊണ്ടോ ഒന്നുമല്ല. അവൻ ഒരു വ്യക്തമായ റിസൾട്ട് നോക്കിയാണ് എനിക്ക് പകരമായിട്ട് അവൻ മരിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുവാനും നമ്മൾ തയ്യാറാകുമോ? യേശുവിൻ്റെ സ്നേഹം അവൻ്റെ ഇൻകാർണേഷനിൽ മാത്രം, അവൻ്റെ ലൈഫിൽ നമ്മൾ കണ്ടു, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ മരണത്തിൽ നമ്മൾ കണ്ടു, അവൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടല്ലോ. ന്യായവിധിയുടെ വാൾ കാണിച്ചല്ല, എൻ്റെ രാജ്യത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. ഒരു വെൽക്കമിങ് ഹാൻഡ് നമുക്കുണ്ടോ? ഹല്ലേലൂയ. അവൻ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കാതെ അവൻ വിളിച്ചു. ഡു വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് മൈൻഡ്? റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണോ? എൻ്റെ പേര് പോകുമെന്നുള്ള പേടിയിലാണോ നമ്മൾ? അതോ എൻ്റെ പേര് പോയാലും സാരമില്ല, ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള ധാരണ എനിക്കുണ്ടോ? അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, അവൻ അശുദ്ധാത്മാവുള്ളവരെ സൗഖ്യമാക്കുന്നു. അവിടെയെല്ലാം അവൻ്റെ സ്നേഹമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുഷ്ഠരോഗി അവൻ തൊട്ട് സൗഖ്യമാക്കി. ഈ ലോകത്തിൽ സ്പർശനം ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങളുടെ സ്പർശനം കൊടുക്കാൻ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ വാക്കുകൾ ആവശ്യമുള്ളവരോട് സംസാരിക്കാൻ, നിങ്ങളുടെ സമയം ആവശ്യമുള്ളവർക്ക് സമയം കൊടുക്കാൻ, നിങ്ങളുടെ ആരോഗ്യം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ആരോഗ്യം കൊടുക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുണ്ടോ? നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഒറ്റ നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഞാനൊരു അവസരം തരികയാണ്. 1 മിനിറ്റേ ഉള്ളൂ, കൂടുതൽ സമയമൊന്നുമില്ല. ഒരു സമർപ്പണ പ്രാർത്ഥന കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, നിൻ്റെ സ്നേഹം എന്നിൽ ഒഴുകട്ടെ. ഞാൻ ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവിന് വേണ്ടി. ആ യേശു എന്നിൽ ജീവിക്കണം. നിൻ്റെ സ്നേഹം എന്നിലൂടെ ഒഴുകി മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലണം. എന്നെ തന്നെ ഞാൻ യാഗമായി സമർപ്പിക്കുന്നു. ഇനി ഞാനില്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. കർത്താവെ, എൻ്റെ പണം, എൻ്റെ പദവികൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, എൻ്റെ സ്പർശനം, അതാവശ്യമുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഇന്ന് സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ, സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നുള്ള വാക്കുകൾക്കനുസരിച്ച് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രകാശനമായി, പ്രദർശനമായി ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട്, ഞങ്ങൾക്കുള്ളതിനെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ഒരു പുതിയ ജീവിതം ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, നീ എന്നിലേക്ക് ഒഴുക്കി തന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേര് പറയും? കരങ്ങളെ ഉയർത്തി കർത്താവിനോട് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ബലഹീനരാ കർത്താവേ, ഞങ്ങൾക്ക് കഴിവുകളുള്ളവരല്ല. പക്ഷേ ഞങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന്. ഇല്ല കർത്താവേ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ കാണുന്നു. നീ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഇനി ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഞാൻ പൂർത്തിയാക്കുന്നു കർത്താവേ. നിൻ്റെ ജീവൻ എന്നിലൂടെ ഒഴുകട്ടെ, നിൻ്റെ സ്നേഹം എന്നിൽ ഒഴുകട്ടെ. അത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കുവാൻ തക്കവണ്ണം ത്യാഗത്താൽ എൻ്റെ സ്നേഹത്തെ തെളിയിക്കുവാൻ കർത്താവേ, എൻ്റെ സ്പർശനം ആവശ്യമുള്ളവർക്ക് സ്പർശനം കൊടുക്കുവാൻ, എൻ്റെ പണം ആവശ്യമുള്ളവർക്ക് പണം കൊടുക്കുവാൻ, എൻ്റെ സമയം ആവശ്യമുള്ളവർക്ക് സമയം കൊടുക്കാൻ, കർത്താവേ, എൻ്റെ ആരോഗ്യം ആവശ്യമുള്ളവർക്ക് ആരോഗ്യം കൊടുക്കുവാൻ, കർത്താവേ, എൻ്റെ ജീവൻ ആവശ്യമുള്ളവർക്ക് ഒരു പക്ഷേ മരിക്കേണ്ടി വന്നാലും അത് കൊടുക്കാൻ എന്നെ നീ പഠിപ്പിക്കണമേ. ഇനി എനിക്ക് വേണ്ടി അല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഒന്ന് പറ, ഐ ലിവ് ഫോർ ജീസസ്. ഐ ആം നോട്ട് ലിവിങ് ഫോർ മൈസെൽഫ്. ഞാൻ ഇനി എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവിന് വേണ്ടി. യേശു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. അത് ഞങ്ങളെ സഹായിക്കണം യേശുവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.